الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ അധ്യക്ഷൻ അബ്ദുൽ കരീം മൗലവി, ബഹുമാന്യ ഈ മഹല്ലത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമുന്നതരായ സാരഥികളെ, ബഹുമാന്യ ഗുരുനാഥന്മാരെ, പണ്ഡിതന്മാരെ, എൻ്റെ കുടുംബത്തിലെ വല്യുപ്പമാരെ, ഉമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയം നിറഞ്ഞ മദ്രസയിൽ ഇനി ചേരാൻ പോകുന്ന പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മഹല്ലത്തുകളും വിലപ്പെട്ടതാണ്. കാരണം അറിവുണ്ടാവുക, ആ അറിവിനനുസരിച്ച് ജീവിക്കുക, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് നാടുകളിൽ ജനകീയമായി അത് ഉണ്ടാവുക, ഇത് മഹല്ലത്തുകളിലൂടെയാണ് നടക്കുക. അതുകൊണ്ട് തന്നെ മഹല്ല് സംഗമങ്ങളും സമ്മേളനങ്ങളുമൊക്കെ മഹല്ലിൻ്റെ വിശാലതക്ക് വീണ്ടും അത് അനിവാര്യമാണ്. 3 ദിവസമായി നമ്മുടെ ഇവിടെ നടക്കുന്ന മഹല്ല് സംഗമം ഇന്ന് രാവിലെ 10 മണിക്ക് എന്നത് 10:30 മണിക്ക് നമുക്ക് ആരംഭിക്കാനായി. അൽഹംദുലില്ലാ. ഇനി രാത്രി ആണ് ഇവിടെ നിന്ന് പോകാനാവുക. അതുകൊണ്ട് വരുന്നത് അല്പം വൈകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ 4:45 പേരാമ്പ്രന്ന് പോകുന്നതാണ്. ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ അടുത്തൊരു സ്ഥലത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് തുടങ്ങാൻ ആരംഭിക്കലാണ്. ആരംഭം പിന്നെയാണ്, ഇത് തൽക്കാലം ഒരു തുടങ്ങൽ മാത്രമാണ്. ഇത് കഴിഞ്ഞതിൻ്റെ ഔപചാരികതയോടുകൂടെ ബഹുമാന്യ അതിഥികളൊക്കെ എത്തി, നിങ്ങളുടെ മഹല്ലത്തിൻ്റെ സാരഥികളൊക്കെ അണിചേർന്ന് ഭംഗിയായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട്, അത് കഴിഞ്ഞ് ക്ലാസ്, അത് കഴിഞ്ഞ് നിസ്കാരം, അത് കഴിഞ്ഞ് ഭക്ഷണം, അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്, 4 മണിക്ക് നമ്മളുടെ കുഞ്ഞു മക്കളുടെ
ലഡുവും പായസവും എന്ന് പറഞ്ഞ കലാപരിപാടികൾ, അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു പൊതുസമ്മേളനം. നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഈമാനികമായ ഒരു ആവേശം ഇതിൽ നിന്ന് കിട്ടണം. സന്തുഷ്ടമായ കുടുംബം ഉണ്ടാകാൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം. അത് അറിയുന്ന ഒരു മഹല്ലാണ് നിങ്ങൾ. വിശ്വാസം എന്നിലില്ലാതെ ഞാൻ എന്ത് എനിക്കുണ്ടായിട്ടും കാര്യമില്ല. നമ്മളൊക്കെ വിശ്വാസമുള്ളവരാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹു പറഞ്ഞ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യകൾ പിൻപറ്റിക്കൊണ്ട് നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള ഒരു കുറച്ച് ആയുസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അതാണ് മൊത്തത്തിൽ എനിക്കും നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യാനുള്ളത്. ഒരു സന്തുഷ്ടമായ കുടുംബം എന്ന് പറയുന്നതിൻ്റെ അത് ഒരു സുന്ദരമായ ഒരു ഭവനം കൂടി ആണ്. വീട് എന്നതിന് ഇസ്ലാം കാണുന്നത് ചുമരൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു വീടാണ്. തിന്നാൻ ഒരു ഹുബൂസും, ഹുബൂസ് എന്ന് പറയില്ലേ നമ്മളൊരു പത്തിരി, തല വെക്കാൻ തലക്കാണിയായിട്ട് കയ്യിൻ്റെ ഒരു തണ്ടയും, കിടന്നുറങ്ങാൻ ഒരു മരത്തിൻ്റെ ചുവടും കിട്ടിയാൽ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞോളൂ എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എത്ര അൽഹംദുലില്ലാ പറയേണ്ടി വരും. കാരണം തിന്നാൻ ഒരു ഹുബ്സ്, ഒരു റൊട്ടി, തല വെക്കാൻ കടക്കിയൊന്നും കിട്ടിയില്ല, എന്നാലും തല വെക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ കൈജ് മടക്കി വെച്ചാൽ നല്ല പദമുള്ള ഒരു തൽക്കണി ഇട്ടു, പഞ്ഞിയൊക്കെ ഉള്ള, അതാണ് കൈജിൻ്റെ ആ മടക്ക്. അവിടെ കിടന്നുറങ്ങാൻ ഒരു മരത്തിൻ്റെ ചോടും കിട്ടിയാൽ അത് മതി ഒരാൾക്ക് അൽഹംദുലില്ലാ പറയാം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തോനെ കിട്ടിയിട്ട് അള്ളാനെ മറക്കണിലേറെ നല്ലത് കുറച്ച് കിട്ടിയിട്ട് അള്ളാനെ തോന ഓർക്കലാണ്. നമുക്ക് കിട്ടിയത് ഒരു പാകത്തിനാവുമ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളെ കുട്ടികളൊക്കെ കഞ്ഞിയും പുമ്മളും കൂട്ടിയിട്ട് പറയണ ഉമ്മ നല്ല രസമുണ്ട്, കാരണം അത്ര പൈപ്പുണ്ടാവും. വിശക്കാത്ത നേരത്ത് എത്ര നല്ല ഭക്ഷണം കൊടുത്താലും ആരും നല്ലതായി എന്നൊന്നും പറയില്ല. അവർ ചെറിയ ഉദാഹരണമാണ്. അതേപോലെ ഈ ഭൂമുഖത്ത് വലിയ അനുഗ്രഹങ്ങളെല്ലാം കൂടി ആസ്വദിച്ച് എല്ലാം അനുഭവിച്ച് ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നും അനുഭവിക്കാനില്ല എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ സ്വർഗത്തിൻ്റെ ഓർമ്മയൊന്നും അയാൾക്ക് മനസ്സിലുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആശ തോന്നുന്നത് നമുക്കിവിടം തികയാത്തത് കൊണ്ടാണ്. തികഞ്ഞില്ല, നമ്മളപ്പുറം പോകണേ. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ വലുതായി വന്നപ്പോൾ അള്ള പറഞ്ഞു ഇവിടെ സ്ഥലം നിങ്ങൾക്ക് ഇനി മതിയാവില്ല. 9 മാസം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു കുറച്ചുകൂടി വലിയൊരു ഗർഭപാത്രം ഉണ്ട്, അങ്ങോട്ട് പോയിക്കോളിന്ന്. അങ്ങനെ പോന്നി അമ്മ. ഇനി ഇവിടെ ഉള്ളതൊക്കെ അത്യാവശ്യമൊക്കെ തിന്ന് ഇവിടെ കാണാനുള്ളതൊക്കെ കണ്ടും ഒക്കെ ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഉള്ളതൊക്കെ തികയാതാവുമ്പോൾ പിന്നെ നമ്മളിവിടെ തിന്നു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ നമുക്കൊരു മടുപ്പും വരും. ഇല്ലേ, ഇപ്പോൾ പഞ്ചാര നമുക്കിപ്പോൾ കൂട്ടാൻ പാടില്ല പറഞ്ഞാൽ കൂട്ടാൻ പാടില്ല എന്നല്ല, കൂട്ടണ്ട. വെളിച്ചെണ്ണ നമുക്ക് വേണ്ട, നമ്മളെടുത്ത് തന്നെ ഉണ്ട്. നെയ്യ് നമുക്ക് വേണ്ട, ആവും നമ്മളെടുത്ത് തന്നെ ഉണ്ട്. ഇറച്ചി നമുക്ക് വേണ്ട, നമ്മളെടുത്ത് തന്നെ ഉണ്ട്. അതാണ്, അല്ല കൂട്ടണ്ടെന്നല്ല, ഒക്കെ നമ്മളെടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട, ചായയിൽ മധുരം ഇടണ്ട, വെറുതെ വെളിച്ചെണ്ണ അൽവാക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു, അപ്പോൾ അള്ള പറയണം ഇതിലേറെ വലിയ വേറെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരിയുന്ന. അതാ ക്ഷണമാണ്, നമ്മളാരും വിഷമിക്കേണ്ടൊന്നും അല്ലാതെ. അപ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് ഒരു വീട്, ഒരു സുരക്ഷിതത്വ കേന്ദ്രം നമുക്ക് ആവശ്യമാണ്. അത് ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 25-ഉം സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയൊരു 10-ഉം ഒക്കെ ആവുമ്പോൾ ചുമരൊക്കെയാണ് പൂർത്തിയാവും. പിന്നെ വാതിൽ വെക്കാൻ
മരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതൊക്കെ ആയിട്ട് വീട് വെച്ച് താമസിച്ച് സുന്ദരമായി താമസിച്ച് പടച്ചോനെ ഓർത്ത് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് നോൽമ്പ് വെച്ച് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇപ്പം അങ്ങനത്തെ ഒരു പെരയിൽ കൊടുക്കുക ഉണ്ടാകുക? അള്ള തന്നതാന്ന് ഓർമ്മയുള്ള അങ്ങനത്തെ പുരയൊന്നും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. കൊട തുന്നി ജീവിതം പുലർത്തുന്ന ഒരു സഹോദരിയാണ് ഒരു LP സ്കൂളിലേക്ക് 100 കൊട സ്വതക്ക ചെയ്തത്. 100 കൊട. എവിടെ ജോലി? ജോലി എവിടെ അറിയോ? കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്. കാരണം റെയിൽവേൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്താണ് കൊടയൊക്കെ തുന്നണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് 100 പാവപ്പെട്ട കുട്ടിയേക്ക് കൊട വാങ്ങിക്കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രി പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു സ്വതക്കയുടെ സാന്ദർഭിക കഥയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അനുഗ്രഹമായിരിക്കണം നമ്മൾ ഓർക്കേണ്ടത്. വീട് നമുക്ക് ഖുർആൻ പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അള്ളാഹു നമുക്ക് സമാധാനത്തിൻ്റെ ഒരു ഗേഹമാണ് മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ മൻസിൽ എന്ന് പ്രയോഗിക്കാറുണ്ട്, മസ്കൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. സമാധാനമുള്ള വീട് ആയിരിക്കണം നമ്മൾ. കാരണം അള്ളാഹ് അങ്ങനെയാണ് നമ്മളെ പുര തന്നിട്ടുള്ളത്. എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന് ഒരു ചോദ്യം നമ്മളെ വീട്ടിൽ നിന്ന് ഉയരാൻ പാടില്ല. രോഗമുണ്ടാകാം, ഭാര്യയ്ക്ക് രോഗമുണ്ടാകാം, ഭർത്താവിന് രോഗമുണ്ടാകാം, കുട്ടികൾക്ക് രോഗമുണ്ടാകാം, ഒക്കെ ഉണ്ടായി മരുന്ന് വാങ്ങി ലിസ്റ്റ് കൊണ്ടുവന്ന് വെച്ച് അടുത്ത മരുന്ന് ചീട്ടെടുക്കുമ്പോൾ പുരയിലുള്ള ഉപ്പ പറയാണ്, എന്തിനാണ് ഇനി ഈ ലോകത്ത് ജീവിക്കണത്? ആ ചോദ്യം നിങ്ങൾ മെല്ലെ ചോദിക്കുക നിങ്ങളോട്. വേറെല്ലോരോട് ചോദിച്ചാൽ എന്താ പറയുക അറിയോ? ഇജൊരു കയറെടുത്താണ് തൂങ്ങി ചത്തളറിയും. അതേപ്പോൾ ഏറി എന്നാ പറയുള്ളൂ. നമ്മളോട് ചോദിക്കുക. അപ്പം എന്തെന്നറിയോ? ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആ ചോദ്യത്തിന് നമ്മളെ പുരയ്ക്ക് ഉത്തരം അള്ള തന്നു. നിങ്ങൾക്ക് മരണവും ജീവിതവും അവൻ പടച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് അള്ള വിലയിരുത്താൻ വേണ്ടിയാണ് പടച്ചോൻ അങ്ങനെ നൽകിയിട്ടുള്ളത്. അപ്പം നമ്മളതിൽ വലിയ സുഖത്തിൽ അങ്ങോട്ട് പോയാലോ? നീ വലിയ സുഖത്ത് പോയാലുള്ള ഗതി എന്താ? നിങ്ങളൊരു മകളെ കല്യാണം കഴിച്ചയച്ചു. അയൽവാസികൾ ചോദിച്ചു, ഒരു 4 ദിവസം കഴിഞ്ഞ് അവൾ സൽക്കാരത്തിന് വന്നപ്പോൾ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളെ മകളെ കല്യാണം കഴിച്ചയച്ച വീട്ടിലെന്താ വിശേഷമൊക്കെ? വളരെ സുഖാണ്. 5 ദിവസം കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ടാണ്. ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കി, പറയും തീരെ സുഖമില്ല. രണ്ടിനും ഒരേ നീട്ടലുണ്ടാകുക. മറ്റേത് എങ്ങനെ ഉണ്ട് അവിടെ? അൽഹംദുലില്ലാ അങ്ങനെ സുഖമായിട്ട് പോണ്. അതെന്നും ഉണ്ടാവും. അതാണൊരു റാഹത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ എല്ലാം അനുഭവിച്ച് എല്ലാം ആസ്വദിച്ചു കൊണ്ടുപോകുന്ന ഒന്ന് റാഹത്തല്ല. അത് പടച്ചോൻ എവിടെയാണ് ഇനി എൻ്റെ കുടുംബത്തെയും എവിടെയോ ഒരു പരീക്ഷണത്തിന് പടച്ചോൻ വിധേയമാക്കാൻ പോകുന്നുണ്ടാവും. നമ്മളത് ഭയപ്പെട്ടുകൊണ്ടിരിക്കണം എപ്പോഴും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക, നമ്മളുടെ വീട് എന്ന് പറയുന്നത് അവിടെ നമ്മളുടെയൊക്കെ നാവ്, ഈ നാവുണ്ടല്ലോ, ഇതുകൊണ്ട് ചമ്പളക്ക എല്ലാം പറ്റും. അതായത് എന്ത് വൃത്തികേടും ഉണ്ടാക്കാൻ ഈ നാവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണല്ലോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ 2 താടിയെല്ലിൻ്റെ അടിയിലുള്ളവന് കൊണ്ട് നിങ്ങളൊരു ജാമ്യം തരികയാണെങ്കിൽ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഞാനും ജാമ്യം നിൽക്കാൻ. ഈ പ്രസംഗിക്കണ ഞങ്ങളും കേൾക്കാൻ കുറേ ആൾക്കാർ അങ്ങനല്ല. ഇസ്ലാമിൽ എല്ലാവരും ഒരേപോലെ പാലിക്കേണ്ടതാണ്. നാവുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ പുരേ പോയി പറയുമ്പോൾ, ഭാര്യനോട് പറയുമ്പോൾ, ഉമ്മാനോട് പറയുമ്പോൾ, വാപ്പാനോട് പറയുമ്പോൾ, അയൽപ്പക്കക്കാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ വെട്ടെത്തി കൈജലെടുത്തിട്ടല്ലല്ലോ വർത്താനം പറയാം. ഇന്ന് നാവുകൊണ്ടാ വർത്താനം പറയാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്.
അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ നല്ലതു പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മളോടൊക്കെ ഉള്ള വസിയത്താണ്. അപ്പം നമ്മൾ നല്ലതാ പറയാം. അതുകൊണ്ട് പഠിപ്പിച്ചു, തൻ്റെ നാവിനെ പിടിച്ചു വെക്കുന്നവൻ അല്ലാഹുവിൻ്റെ ബർക്കത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് വീട് വിശാലമാക്കിയവനും അതുപോലെ തന്നെ സ്വന്തം തിന്മയുടെ കാര്യത്തിൽ, തെറ്റിൻ്റെ കാര്യത്തിൽ കരഞ്ഞവനും അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആശീർവാദമുണ്ടാകട്ടെ. എന്താണ് ആ പറഞ്ഞത്? നല്ലൊരു പോളിസിയാണ്. കുടുംബം സമാധാനമാകാൻ, വീട് സമാധാനമാകാൻ നമ്മളെ പഠിപ്പിക്കണം. നാവിനെ പിടിച്ചു വെക്കുക, വീട് വിശാലാക്കുക. നല്ലൊരു ബജറ്റാണ്. നാവിൻ്റെ നീളം കുറക്കൂ, വീട് വിശാലമാക്കൂ. നമ്മളൊരു 4 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് 4.5 ഏക്കർ പെരയറ്റും. എന്നിട്ട് അവസാനം പഞ്ചായത്തിൽ നിന്ന് നമ്പർ ഇട്ടിട്ടില്ല. സെക്രട്ടറി എന്നിട്ട് പറയും കുറച്ചാണ് നീണ്ടിക്കണ്, കുറച്ച് നീണ്ടിണ്, കുറച്ച് ചുരുങ്ങിപ്പോയി എന്ന് ആരും ഇതുവരെ പറയില്ല. കല്യാണം ചെറുതായി പോയി എന്ന് ആരോ പറയലുണ്ടോ? വലുതായി എന്നല്ലാതെ ദുനിയാവിൽ ഒരാളും കേസ് അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? അതങ്ങനെ വലുതാക്കണ കാര്യം ചെറുത്തായി ഏറ്റെടുത്താണ്, ചുരുക്കണ കാര്യം മുഅ്മിൻ ഏറ്റെടുത്താണ്. അതുകൊണ്ട് ചുരുങ്ങി വരില്ല, വലുതായതേ ഉള്ളൂ. ഇതേപോലെ പെര കയറ്റി ചെറുതായി പോയി എന്ന് ആരും പറയില്ല. നമ്മൾ പറയും പെരയൊക്കെ കയറ്റി കുറച്ച് വലുതായി പോയി എന്ന്. അതായത് ഒരു 3/4 കടത്തിലാന്നാണ് പറഞ്ഞത്. എന്നാലും പറയില്ല നമ്മൾ, കുറച്ച് 3/4 കടത്തിലാണിപ്പോൾ എന്നുള്ളതാണ് ഈ വലുതായി പോയി എന്നുള്ളത്. അതുകൊണ്ട് വീട് വലുതാവില്ല. അവിടെ നാവിനെന്ത് ചെയ്യുക? നീളം കുറക്കുക. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലേ? അങ്ങനെ ഒരു മടക്കൽ നമ്മളെ പുരേന്ന് കേൾക്കണമെങ്കിൽ പള്ളിക്കത്ത് ഉസ്താദ് വരണം. അല്ലേ? പള്ളിക്കത്ത് ഉസ്താദ് ആ വീടായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെയാ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അങ്ങനെയാ പറയുക. പുരയിലുള്ള ഭർത്താവ് വന്നിട്ട് ഭർത്താവ് സലാം പറഞ്ഞ് ഭാര്യ എങ്ങനെയാ മടക്കുക? കേടുന്ന ബോക്സിൻ്റെ ഒച്ചക്കാരെല്ലാവരും ഒച്ച അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞാൽ ഇതും ചൊഗ്ഗിന് പറയില്ല എന്നർത്ഥം. ബാക്കിയുള്ളത് പോലെ തന്നെ. വയനാട്ടിൽ പുലി ഇറങ്ങിയ മാതിരി നമ്മളെയൊക്കെ പുരയിൽ ഓരോ അസർക്കാരോ ലൂർക്കാരോ കഴിയുമ്പോൾ പുലി ഇറങ്ങി. അങ്ങനെയല്ല. അസ്സലാമു അലൈക്കും, നാവിൻ്റെ നീളം അത് നല്ല സുഖമായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നോക്കി. മോനെ, എന്താ വിശേഷമൊക്കെ? സുഖം തന്നെയാണ്. ഇജ് മദ്രസക്ക് പോയിനോ? പോയിനോ. എന്നിട്ട് ഇജ് എന്തേ പഠിച്ചേ? ഇന്ന് മയ്യത്ത് കാര്യത്തിൽ അവസാനത്തെ റക്കായത്തിലെ ദുആയല്ലേ, അത് പഠിച്ചു. എന്നാ ചൊല്ലിത്തന്ന. അപ്പോൾ വാപ്പയെ നമ്മളോട് ചോദിച്ചാൽ എന്നാൽ നിങ്ങൾ തെറ്റുണ്ടോക്കോ? എടാ ഇജ് ഞാൻ കൊടുക്കാൻ തന്നെയല്ലേ തീരുമാനം? അല്ല, ഞാൻ ചെല്ലണിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോക്കിയാൽ മതി നിങ്ങൾ. അപ്പം നമ്മൾ പറയും ഇജ് എൻ്റെ ആരും നോക്കിയാൽ മതി. അപ്പോൾ അവന് മനസ്സിലായി ഞമ്മക്കും ഇത് അറിയില്ല. ആ വാപ്പ എന്താ ചെയ്യുക? എടുത്തിട്ട് മോനും ബാപ്പയും കൂടി ഒപ്പം പഠിച്ചു. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ മയ്യത്തുകാരത്തിന്. ഞാൻ മയ്യത്തുകാരത്തിന് 1978 പോയ ഓർമ്മയുള്ളൂ, പിന്നെ പോയിട്ടില്ല. പിന്നെ മൂക്കത്ത് വിരലച്ച് ഇങ്ങനെ പോയിക്കലാണ്. മൂക്കത്ത് ഇങ്ങനെ വിരലച്ചിട്ട് എന്തിന് മൂക്കത്ത് വിരലെക്കണേ? ഇപ്പോയ പോലെ നമ്മളും പോകാനുള്ള. അതിന് മൂക്കത്ത് വിരലെക്കണോ? വേണ്ട. അപ്പം എന്ത് ചെയ്യണം? അള്ളാനെ ഓർക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വന്തം തെറ്റിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞവൻ. നമുക്ക് തെറ്റ് ജീവിതത്തിൽ വരും, ആർക്കും വരും. അത് തെറ്റാന്ന് മനസ്സിലാകണം. ഒരു കുട്ടീനെ വല്ലാണ്ട് ഒരു സ്കൂളത്തെ വേറൊരു കുട്ടി ബുദ്ധിമുട്ടിച്ചപ്പോൾ ഓൻ അവളെ മുഖത്തൊരൊറ്റ അടി കൊടുത്തു. അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഈ എന്ത് ചെയ്യണം? ഈ നല്ല കുട്ടിയാണോ? ഇത് പെൺകുട്ടിയാണ്, പെൺകുട്ടിനെ ഈ അടിച്ചത് തെറ്റായിപ്പോയി. ഓളെ നമുക്ക് 9 വയസ്സ് കഴിഞ്ഞാൽ തൊടാൻ പാടില്ലല്ലോ, എനിക്കറിയില്ലേ, അതൊക്കെ നമുക്ക് തെറ്റ് വരുന്ന കാര്യമല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചില്ലെന്താ തെറ്റ്? അപ്പം മാഷ് പറഞ്ഞു, മോനെ ഇത് വകുപ്പ് വേറെയാണ്, ഇജ്ജ് ആൺകുട്ടി പെൺകുട്ടിനെ അടിച്ചാണ്. ഇനിയോളെ വാപ്പാനെ വിളിച്ചു. ഞാൻ അല്ല എന്താ കാട്ടണേ? അപ്പം മാഷ് പറഞ്ഞു, പ്രിൻസിപ്പൽ അടുത്തേക്ക് നടക്കുക. പിന്നെ അവിടുന്ന് ഓനെ നിയമവും വകുപ്പും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിയൊക്കെ വന്നപ്പോൾ ഓൻ പറഞ്ഞു, ഞാൻ ഇനി എന്താ കാട്ടണം? ഇനി ഒന്നും കാട്ടണ്ട, കാരണം അതിൻ്റെ മുമ്പ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഇത് കേസ് പോലീസിൽ എത്തിക്കണ്, ഇനി അവിടെ പോയി പറഞ്ഞാൽ മതി. ഇതേമാതിരിയാണ് ഞാനും നിങ്ങളും ചില കാര്യത്തിൽ ഒക്കെ കഴിഞ്ഞ് കുടുങ്ങുമ്പോഴാണ് നമ്മളെ കുട്ടികൾ പട്ടിണിയാകുമല്ലോ, കുട്ടിയൊക്കെ ഇനി കഞ്ഞി വെച്ച് കൊടുക്കാൻ ആരാ, ഓർക്ക് മഞ്ച് കൊടുന്ന് കൊടുക്കാൻ ആരാന്നൊക്കെ ആലോചിച്ചാൽ കാര്യം തീർത്ത്
തലാഖൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് എല്ലാം പോകുമ്പോൾ അങ്ങനെ ആകാൻ പാടില്ല. ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ പരസ്പരമൊക്കെ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. വീട് ഹൈറാകണേലോ കടം വാങ്ങി പുരണ്ടാക്കാതെക്കുക. അവനാൻ്റെ അടുത്ത് 1,00,000 ഉറുപ്പ്യക്കുള്ള ഉള്ളൂ എങ്കിൽ 1,00,000 അടുക്കളയിൽ ഒരു സ്റ്റോർ റൂം ഉണ്ടാക്കുക. എന്നിട്ട് അതിന് അടുക്കള സ്റ്റോർ റൂം എന്നൊന്നും പേരിടണ്ട, അവിടെ നോട്ടെ തൽക്കാലം അവിടെ തന്നെ കിടക്കുക. ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ കിടക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? പിറ്റത്തെ കൊല്ലം 1,00,000 കൂടി ആവുമ്പോൾ മുന്നിക്കൊരു റൂം ഉണ്ടാക്കുക. അപ്പം കുട്ടികളോട് പറയാം എന്താ അടുക്കളയാട്ടോ, അതുവരെ പറയണ്ട, പുറത്ത് സ്റ്റോർ റൂം. അപ്പം അങ്ങനെ 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടിയൊക്കെ റബ്ബർ വിറ്റപ്പോൾ 1,00,000 ഉറുപ്പിയും കൂടി കിട്ടി ബാക്കിയായത്. അപ്പോൾ പുറത്തേക്ക് ഒരു റൂമും ഉണ്ടാക്കി. എന്നാൽ എന്ത് ചെയ്യുക? ഓരോ റൂമിലും കിടക്കുമ്പോൾ മനസ്സിനൊരു സമാധാനത്തോടു കൂടി കിടന്ന്, ചില പെരിയെന്നൊക്കെ കണ്ടില്ല ഞങ്ങൾ, പെരൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ 11 മണിക്കൊക്കെ കൂർക്കമ്പലി 4 അയലോകത്തും കേൾക്കണേ. അതെന്താ അറിയോ? ഓല് ആംപ്ലിഫയർ ഒന്നും വെച്ചിട്ടല്ല വലിച്ചിട്ടുണ്ട്, നല്ല സമാധാനത്തിനുള്ള വലിയാണ്. കടല്ല 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 അങ്ങനെ ഒതുങ്ങി ജീവിച്ചാണ്. ചിലപ്പോൾ നീണ്ട വലിയൊക്കെ കേൾക്കുമ്പോൾ അമ്മക്കും തോന്നുന്നു ആ ഒരു പൗതി വലിയ അമ്മക്ക് തന്നാൽ പുരേ പോയിട്ട് വലിച്ചായിനല്ലോ. അതെന്താ കാരണം അറിയോ? എല്ലാത്തിലും ഒന്നിലും നമുക്ക് കടം ഉണ്ടാവില്ല. പക്ഷെ പരപ്പണി തുടങ്ങിയോ നമ്മൾ ബാങ്ക് മാനേജറെ പുരൻ്റെ താഴത്ത് റൂം എടുത്ത് കൂടല, മൂപ്പര ഒപ്പ് കിട്ടാൻ. ബർക്കത്ത് കിട്ടുമോ? അനുഗ്രഹം കിട്ടുമോ? പെരൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്തേക്ക് വന്ന് കുത്തിർന്നിട്ട് പെണ്ണുങ്ങളോട് പറയാം, ആ ഫാൻ ഒന്നും ഇങ്ങോട്ട് തിരിച്ചൊക്കോളെ, എന്താ ചൂടെടുക്കുക, പൊന്നാര കാക്ക ബിർച്ചിക്കാറ്റ് അടിച്ചുമ്പോൾ എന്തൊരു ചൂടാ. അതെന്താ അറിയോ? അടുത്ത മാസം അടക്കാനയക്കണ് 4,000 ഉറുപ്പ്യ. അങ്ങനെ ഞങ്ങളൊരു 10 കൊല്ലം പോയി അടച്ച് ബാങ്ക് മാനേജറെ കണ്ടിട്ട് ചോദിക്കുക, ഞാൻ ഇപ്പോൾ കുറേ ആയി അടക്കണ്, ഇഞ്ച കടമൊക്കെ തീർന്നോ? മൂപ്പര് അറിയും പലിശയ്ക്കായിട്ടുള്ളൂ, മുതൽ തുടങ്ങിയിട്ടില്ല. ആ ഇടങ്ങേറ് ഒഴിവാക്കാൻ തന്നെയാണ് അള്ള നമ്മളോട് പറഞ്ഞ് പലിശ നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പം നിങ്ങളൊക്കെ പലിശക്ക് വാങ്ങിയിട്ട് നല്ലൊരു പെരയൊക്കെ കയറ്റിയിട്ട് അതിലിങ്ങനെ നടുവേദനയായിട്ട് കിടക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, കടം വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, കടമില്ലാതെ മരിച്ചാൽ ഒരാൾ രക്തസാക്ഷിയാണ്. കടമില്ലാതെ മരിച്ചാൽ ഷഹീദാണ്. കടമില്ലാതെ ഒരാൾ മരിച്ചാൽ, അവൻ ഈമാനോട് കൂടി മരിച്ചാൽ രക്തസാക്ഷിയാണ്. ഞാൻ ചില സദസ്സിലൊക്കെ ഈ ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു സദസ്സൊന്ന് കഴിഞ്ഞിട്ടൊരാൾ പറഞ്ഞ്, മൗലവിയെ അപ്പം എന്നാൽ ഈ നാട്ടിൽ ആർക്കും ഷഹീദാകാനുള്ള ഭാഗ്യം കിട്ടൂല. അപ്പോൾ ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് ഇത് എളുപ്പമുള്ളൊരു പണിയല്ലേ കടല്ലാതെ. അപ്പം എന്താ എല്ലാവർക്കും ഉണ്ടാവും കടം. എന്തിനേറെ പറയുന്നു, 1 കോടി ഉറുപ്പ്യുള്ളവന് 1 കോടി കടത്തിലാണല്ലോ. പിന്നെ കാരണം എന്താണെന്നോ, ഇത് തികയണില്ല, ഇത് വീണ്ടും നമ്മൾ കടം വാങ്ങുകയാണ്. അപ്പോൾ വീട് കടമില്ലാത്തതായി മാറ്റുക, ദൂർത്തുള്ള വീടാക്കാതിരിക്കുക. ദൂർത്തുള്ള വീട് അമിതമായി പണം ചെലവഴിച്ച് അവിടെ നശിപ്പിച്ച് കളഞ്ഞാൽ നാളെ പടച്ചോൻ നമ്മളോട് ചോദിക്കും, നിനക്ക് ഞാൻ 20 ലക്ഷം ഉറുപ്പ്യ തന്നീനു, ഇജെന്തേ കാറ്റി? നമ്മൾ പറയും 1 ലക്ഷത്തിന് പെരയറ്റി, പിന്നെ 1 ലക്ഷത്തിന് പെരയറ്റി, പിന്നെ 1 ലക്ഷത്തിന് മുന്നത്തെ പെര പൊളിച്ച് രണ്ടാമത് കയറ്റി, പിന്നെ അപ്പം അല്ല ഇത് പെരക്കായിട്ട് തന്നതിന് എനിക്ക് ഇതോട് തിന്നിട്ട് ഇല്ല, നമ്മൾ മുഴുവൻ പെരക്കാം. അപ്പം ദൂർത്തിൻ്റെ പുരയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നാശത്തിൻ്റെ അടയാളമായിട്ടാണ്. അഹങ്കാരത്തിൻ്റെ വീടുകൾ ഖിയാമത്തിൻ്റെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിലാണ്. അഹങ്കാരത്തിൻ്റെ വീടുകൾ, നിങ്ങൾ നമസ്കാരത്തെ കൊന്നുകളയുന്നവരെ നിങ്ങൾ കണ്ടാൽ, അതുപോലെ തന്നെ അമാനത്ത് നഷ്ടപ്പെടുത്തുന്നവരെ കണ്ടാൽ, പലിശ തീറ്റിക്കുന്നവരെ കണ്ടാൽ, കളവ് പറയുന്നത് ഹലാലാക്കപ്പെടുന്നവരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, രക്തം ചിന്തുന്നത് ലഘൂകരിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വരുമ്പോൾ, കെട്ടിടം കൊണ്ട് മത്സരിക്കുന്ന കാലം വരുമ്പോൾ, ദീനിനെ സംബന്ധിച്ച് ദുനിയാവിന് വേണ്ടി ദീനിനെ വിൽക്കുന്ന ഒരു കാലം വരുമ്പോൾ, അത് അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. എങ്ങനെ? നിസ്കാരത്തെ കൊന്നുകളയാ. എന്താ ഈ നിസ്കാരത്തെ കൊന്നുകളയാ? 5 നേരം നിസ്കരിക്കില്ല എന്നല്ല, ഒരു 2:55 നമ്മളെ കണ്ടിട്ട് ഒരാൾ ചോദിക്കുക, നിങ്ങൾ ചായ കുടിച്ചോ? രാവിലെ ചായ കുടിച്ചു. പിന്നെ നിങ്ങൾ ചായയും കടിയേ ചായയും പുട്ടും ഞാൻ ഇപ്പം തിന്ന് പോന്നിട്ടുള്ളൂ. പിന്നെ കഞ്ഞി ഞാൻ 11 കുടിച്ച് കഴിഞ്ഞ്. ചോറുന്നോ? ചോറും തിന്ന്. ലൂറിക്കരിച്ചോ? ഇല്ല, നിസ്കരിച്ചിട്ടില്ല. സുബൈയോ? സുബൈ ഞാൻ നേരം കിട്ടിയില്ല. നിസ്കാരത്തെ നിസ്കരിക്കും എപ്പോഴെങ്കിലും, കൊന്നുകളി.
കൊന്ന് കുറിഞ്ജീവനാക്കിയിട്ട് അവസാനം ആ ജീവുള്ള നിസ്കാരമൊക്കെ പോയിട്ട് അവസാനം 3:35 നിസ്കാരക്കുപ്പായിട്ടിട്ട് തക്ബീർ കെട്ടി 3 റക്അത്ത് കഴിഞ്ഞപ്പോഴേ അസർ വാങ്ക് കൊടുത്തു. അസർ വാങ്ക് കൊടുക്കണ നോക്കുമ്പോൾ അൽഹംദുലില്ലാ, കാരണം അറിഞ്ഞ നിസ്കാരക്കുപ്പായ ഊരണ്ടല്ലോ, ഒറ്റ നിസ്കാരം കൊണ്ട് ഒപ്പിക്കാലോ. അള്ളാഹ്ക്ക് ഇപ്പം അത് അറിയായിട്ടായിരിക്കൂലേ? അങ്ങനെയല്ലല്ലോ അമ്മ. നമ്മൾ അതൊക്കെ നമ്മളുടെ വീട് എന്ന് പറയുന്നത് റസൂൽ അലൈഹി സ്വലമ പറഞ്ഞത് പള്ളിയിൽ നിന്ന് ഫർള് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കാരത്തിന് ശ്രേഷ്ഠം വീടാണ് എന്നാണ്. അപ്പൊ സന്തുഷ്ടമായ ഒരു വീട്, സന്തുഷ്ടമായൊരു കുടുംബം, അവിടെ നമ്മൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല. വീടിൻ്റെ ഉപയോഗം എന്താ? വീടിൻ്റെ ഉപയോഗം നമ്മളവിടെ പൂട്ടിയിട്ട് തെണ്ടിപ്പോകലല്ല. ഇസ്ലാമികമായ കുടുംബങ്ങൾക്ക് സർക്കിയിട്ട് പോകാൻ, കുടുംബ ബന്ധുവിനെ കാണാൻ, രോഗിയെ സന്ദർശിക്കാൻ, കല്യാണങ്ങൾക്ക് പങ്കുകൊള്ളാൻ, മരിച്ച വീട്ടിൽ പോകാൻ, ജുമാക്ക് പോകാൻ, ജോലിക്ക് പോകാൻ. ഇതല്ലാതെ വീട് പൂട്ടിട്ടിട്ട് അങ്ങനെ തെണ്ടിപ്പോയി അങ്ങോട്ട് പോയി അവസാനം വില്ലേജ് ഓഫീസർ വന്ന് സീല് വെച്ച് പോവുക. അപ്പോൾ ഒരേൽ ആളില്ല, താമസമല്ല. എന്താ താമസമല്ലാത്തത്? എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കയറി ഒരു കട്ടൻ ചായയും കുടിച്ച് പോകുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ ഒരു പുറത്തിങ്ങനെ നടക്കലാണ്. സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യകാലത്ത് ജാഹിലിയ കാലഘട്ടങ്ങളിൽ അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ വീട് വിട്ടിറങ്ങിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ നിയമത്തെ അതിർ ലംഘിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. വലാ തബർജന തബർജൽ ജാഹിലിയത്തൽ ഊലാ. ആദ്യ കാലഘട്ടങ്ങളിൽ, ജാഹിലിയ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതുപോലെയുള്ള ദുർനടപ്പ് ഉണ്ടാകാൻ പാടില്ല. ചില നാട്ടിലൊക്കെ ഉണ്ട്, നിങ്ങളെ നാട്ടിലുണ്ട് എന്നല്ലട്ടെ ഞാൻ പറഞ്ഞ്. ഈ സമൂസൻ്റെ മാതിരിയുള്ളൊരു ബാഗുണ്ട്, പെണ്ണുങ്ങൾക്കൊക്കെ വാങ്ങാൻ കിട്ടും. അതിലൊന്നും കൊള്ളൂല, അതൊന്നിനോട് പറ്റൂല. പിന്നെ എന്തിനു പറ്റുമെന്നറിയോ? അതിങ്ങനെ തൂക്കി പോകാൻ തിരക്കിടില്ല. എന്നിട്ട് ബസ്സൊക്കെയാണ് പാഞ്ഞു കയറും. കണ്ടക്ടർ ചോദിച്ചു എങ്ങട്ടാ? അപ്പോൾ കണ്ടക്ടറോടാണ് ഇത് ഏണ്ടാ പോണേ? ഇത് മേലാറ്റൂർക്ക്, അവിടുന്ന് പെരിന്തൽമണ്ണക്ക്. എന്നാൽ ഒരു പെരിന്തൽമണ്ണ. എന്നിട്ട് ബസ്സിലിരുന്ന് ആലോചിക്കുക, പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ആരെങ്കിലും ഉണ്ടാവോ? അല്ലേ? പോകാൻ വകുപ്പുണ്ടാക്കുക. ഈ കുട്ടികളാരാ നോക്കുക? ഈ മദ്രസ വിട്ട് വന്ന് കയറി വന്ന് ഉമ്മാനെ കാത്ത് ആ കോളിമ്പല്ലടിക്കണ കുട്ടിക്ക് ചായ കൊടുക്കാൻ ആരാ ഉള്ളത്? ആ 12 വയസ്സായ കുട്ടി റബ്ബർ തോട്ടത്തിൽ കൂടി നടന്ന് വന്ന് നമ്മളെ പെരീക്ക് എത്തിക്കണമെന്ന് നോക്കാൻ ഉമ്മ, പൊന്നാരമ്മ ആരാ ഉള്ളത്? എന്നിട്ട് ആ കുട്ടി വരുമ്പോൾ നമ്മളെ വീടിൻ്റെ മുമ്പിലുള്ള ആ വാതിൽമേൽ ഒരു നോട്ടീസ്, ഉമ്മ പോയിരിക്കുകയാണ്. വാതിലിൻ്റെ താക്കോൽ അമ്മയുടെ അടിഭാഗത്തുണ്ട്. അതെടുത്ത് ഉറിയിലുള്ള ഉപ്പുമാവ് തിന്ന് എളാപ്പയുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ് എന്ന് സോണിയാഗാന്ധി. അതിലേറെ തിരക്കുണ്ടോ? എന്ത്? നമ്മളെ പൊന്നു മക്കളെയും നമ്മളെ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് നോക്കുക എന്നല്ല, ഇസ്ലാമിയ്യത്ത് കൊടുക്കാൻ. മോളെ എന്താ വെച്ച് തട്ട ഊരിപ്പോന്ന് മദ്രസന്ന്? ബാപ്പാ ഞാനത് പഠിച്ചോനെ, അത് തലയിലിട്ട് പോരുന്ന വഴിക്ക് കുറേ ആണുങ്ങളില്ലോളെ, ഓലൊക്കെ എൻ്റെ മുടി കാണൂലേ, കുറ്റം കിട്ടൂലേ? മുടി കരിച്ചിട്ട് പഠിച്ചോൻ പരലോകത്തുനിന്ന് തരാ ഇഷ്ടമുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദിനാവുമോ? ഉസ്താദ് കണ്ടുകണോ? ഇല്ല. ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പുമാവ് താഴത്തേക്ക് പോകുമ്പോൾ മോനെ കളയല്ലേ എന്ന് പറയാൻ നിങ്ങളല്ലേ കാണുന്നത്. അല്ലാതെ സ്കൂളിൽ പോയിട്ട് LP സ്കൂളിൽ നിന്ന് ഉച്ചച്ചോറ് വാങ്ങി തിന്നുമ്പോൾ ചെറുപയറും ചോറും സാമ്പാറും കളയുമ്പോൾ മത്തായി മാഷ് ചോദിക്കുമോ മോനെ അന്നം കളയാൻ പാടില്ല എന്ന് പറയാൻ? അദ്ദേഹം ചിലപ്പോൾ ധാർമ്മികമായി ഭൗതികപരമായി പഠിച്ചിട്ടുണ്ടാകാം, പക്ഷേ മുത്തുനബി പറഞ്ഞു എന്ന് പറയോ? ഇല്ല. അത് നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്തു വേണം? വീട് കയറ്റിയിട്ട് ആ വീട് സന്തുഷ്ട കുടുംബമാകണമെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാകണം. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോകാൻ പാടില്ല. ആരാധനക്ക് പോകണം. വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വരാറുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന് വരാറുണ്ട്. നമ്മൾ ഇസ്ലാമികമായി ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാകണം. അവിടെ വന്ന് നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി പോയി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു കുടുംബം. മാത്രമല്ല, വീട്ടിൽ നമ്മൾ ഇരുന്നാൽ പോരാ. ആ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലുള്ള നമ്മളുടെ സ്വഭാവങ്ങളൊക്കെ നല്ലതാകണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടത്. നിങ്ങൾക്കിടയിൽ ഞാനൊരു കാര്യത്തെ അറിയിച്ചു തരികയാണ്. അവലാദുല്ലുക്കും അലാ ശൈഇൻ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? നിങ്ങളത് പാലിച്ചാൽ, നിങ്ങളത് പ്രവർത്തിച്ചാൽ തഹാബബത്തും,
നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും. അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹബന്ധത്തിന് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കൂ കേട്ടോ. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു ഖഅദ ഫീ ബൈതിഹി ഫസല്ലമ അന്നാസ മിൻഹു വസല്ലമ മിനന്നാസ്. വീട്ടിലിരിക്കുന്നവൻ അതിലെ പോകുന്നവരുടെ സലാം മടക്കുകയും അതിലെ പോകുന്നവരോട് സലാം പറയുകയും ഒക്കെ ചെയ്യണം. സാമൂഹിക ബന്ധം ഉണ്ടാകണം. നമ്മളെ പുരൻ്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിർക്കും. എന്നിട്ട് ഏതെങ്കിലും ആണ് ഒരുത്തം പോകുമ്പോൾ നമ്മൾ ചുമരുമക്ക് തിരി. കാരണം എന്താ, നമ്മൾ പേപ്പർ വായിച്ചിരിക്കുകയാണെങ്കിലും അഹമ്മദേ അസ്സലാം വലൈക്കും, അത് ശരി നിങ്ങളവിടെ പേപ്പർ വായിച്ചല്ലായിരുന്നീ ഞാൻ സ്വീപ്പാക്കാതെ പോയതാ എനിക്ക് ആക്കാതില്ലേ. അങ്ങനെ ഇജ്ജ് പോയാലടാ എന്നെ കാണുമ്പോൾ എന്നോടൊരു സലാം പറയുന്ന ബാധ്യതയല്ലേ എനിക്ക്, അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലേ. നമ്മളിങ്ങനെ പേപ്പർ വായിക്കുമ്പോൾ അതിലൊരാൾ പോവുക അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാതെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ തേക്കും കുറ്റിമാരി കുത്തിർക്കാൻ വേണ്ടി പഠിച്ചതല്ല പഠിച്ചോ നമ്മളെ. എല്ലാവരോടും സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ വന്നു വാപ്പാ അസ്സലാം വലൈക്കും. ഭയങ്കര രസമായിരുന്നു മദ്രസയിൽ. എന്തേനു ഞങ്ങളിന്ന് മദ്രസയിൽ നിന്ന് പോരുമ്പോൾ ബൈജിൽ ഒരുത്തം വീണ്, എന്നിട്ടോ ഓനെ ഞങ്ങൾ നീപ്പിച്ച്, എന്നിട്ടോ ഓൻ്റെ തുണിയൊക്കെ കൊയിഞ്ഞടിയിരുന്നു. എന്നിട്ട് എടുത്തു കൊടുത്തോ ഓ രസമായിട്ട് പറയാം. അപ്പോൾ വാപ്പ കൂലിയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക തിരിച്ച്. എന്നിട്ട് ഓനെ സമാധാനിപ്പിച്ചു അല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ഉമ്മാനോട് വന്ന് പറയും, അമ്മ താരീഖിലെ 50 കിട്ടി, ഇന്ന് എനിക്കൊരു നെയ്ച്ചപ്പം അല്ലെങ്കിലേ ചുട്ടച്ചതാണ്, അതങ്ങോട്ട് എടുത്തു കൊടുത്ത്. അപ്പോൾ അവന് തോന്നുകയാണ് എന്തായാലും ഈ ആഫിയർലിൻ്റെ പരീക്ഷക്കും വേണോ 50 വാങ്ങാൻ പറ്റുമോ നോക്കുകയാണ്. ആവേശമാണത്. അത് നിങ്ങളുടെ മനസ്സുകൊണ്ടുണ്ടാകുന്നതാണ്. അവിടെ നല്ല വഴിക്കായിരിക്കണം നമ്മളുടെ സംസാരങ്ങളും രീതികളും ഒക്കെ. ഇവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയം നമ്മൾ നല്ലോണം കൊടുക്കണം. ഇടക്കിടക്ക് ചോദിക്കണം, ഇജ്ജ് ളുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചോ? അപ്പോൾ അറിയാം ളുഹർ തന്നെ നിസ്കരിച്ചിട്ടില്ല. അത് പോരാ, അതിൻ്റെ മുമ്പുള്ള 4 ഉണ്ട്, ളുഹർ കഴിഞ്ഞിട്ടൊരു 4 ഉണ്ട്. നിങ്ങളിപ്പോൾ എന്താ ഇപ്പം ഇതൊക്കെ പറയണേ? ഒന്നുമില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ സുന്നിയാവുള്ളൂ. നമ്മൾ സുന്നത്തെടുക്കണം, സുന്നിയാവുള്ളൂ. അതുകൊണ്ട് ഇജിങ്ങനെ സുന്നിയാന്ന് പറഞ്ഞിട്ട് നീർച്ചച്ചോറ് തിന്നാൻ പോയാൽ സുന്നിയാവില്ല. സുന്നത്തെടുത്ത് നീർച്ചച്ചോറ് ഒഴിവാക്കിയാലേ സുന്നിയാവുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മളൊക്കെ പുരയിലിരുന്ന ബല കട്ടകാലാണ് അന്ന്. കാരണം എന്താ അറിയോ, നമ്മളോട് ഞായറാഴ്ചയൊക്കെ നമ്മൾ പുരയിരുന്ന പെണ്ണുങ്ങൾ ചോദിക്കൂ, കാക്ക നിങ്ങൾക്ക് നോക്കുമ്പോൾ വാഴൊന്നുമില്ല, നിങ്ങൾക്ക് കല്യാണമൊന്നുമില്ല, ഇല്ല നിങ്ങൾക്കൊന്നും പുരയെ കൂടലൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എന്തേ എന്നൊരൊച്ച കേട്ടാ ചോദിക്കും, എന്താണ് ഈ കടുക് പൊട്ടിയതാണ് ചട്ടീന്ന്. അങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട് ഇവലങ്ങോട്ട് ഗതിയിടും. അങ്ങനെയല്ല, നമ്മളവിടെ ഇരിക്കുക, എന്നിട്ട് അവിടുത്തെ ഇസ്ലാമിക അതൊക്കെ നോക്കുക. ഖുർആൻ്റെ ഒരു പരിഭാഷ ഒരു വായിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഉണ്ട്. ഒരു ഹദീസിൻ്റെ ഒരു പരിഭാഷ ഉണ്ട്. മക്കളോട് പറയും, അങ്ങോട്ട് വരി മക്കളെ ഒന്നിരിക്കും, ബാപ്പാക്കൊന്ന് വായിച്ചിരി, കണ്ണ് ചോകിന് കാണില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വായിക്കാത്ത വായ ഒരു ചളിക്കുണ്ടും എഴുതാത്ത കൈ ഒരു കാലുമാണ്. വായിക്കാത്ത വായ ഒരു ചളിക്കുണ്ടും എഴുതാത്ത കൈ ഒരു കാലുമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ വീട് വായിക്കണം, പഠിക്കണം. TV തുറന്നു വെച്ചാണ്ടല്ലോ ഒന്നും ചൊഗ്ഗിന് നടക്കൂല, ഒന്നും നടക്കൂല. നമ്മളെ പുരയിലുള്ള ഇസ്ലാമുകൾ കൊണ്ടു കിടക്കാൻ അത് സമ്മതിക്കൂല. അതൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് തിരൂരുള്ള ഒരു വാപ്പ ടിവിൻ്റെ കേബിൾ ഊരിയപ്പോൾ തന്നെ മകം കുത്തിക്കൊന്നോലോ. എനിക്ക് അവിടുത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, ഞാൻ കരുതിയാ പ്രസംഗിച്ച്. ടിവിൻ്റെ കേബിൾ ഊരി മകൻ ബാപ്പ എപ്പോ അറിയോ? ഇടിവെട്ടുമ്പോ. എന്നിട്ട് ആ മകൻ ബാപ്പാനെ കുത്തിക്കൊന്നോലോ. ഇങ്ങനത്തെ വാപ്പാരാണ് നമ്മൾ. കാരണം എന്താ അറിയോ? അത് അള്ള ചോദിക്കുക, എന്താ അറിയോ, നിങ്ങൾ കുത്തിക്കൊന്ന മകനല്ല ഈ TV കായെടുത്ത് വാങ്ങിക്കൊടുത്തത് ആരാന്നാ ചോദിച്ചാൽ. എന്നിട്ടേ പിന്നെ ബലിച്ചോനെയും കുത്തിയോനൊക്കെ നോക്കുള്ളൂ. എന്നിട്ട് പഠിച്ചോൻ ചോദിക്കും, അതിൻ്റെ കേബിളിൻ്റെ വാടകാരെ കൊടുത്തീന്, അതിൻ്റെ ഉള്ളത്തെ കാർഡിൻ്റെ പൈസ ആരാ കയറ്റൽ ഒക്കെ. 3 ചോദ്യത്തിനും പ്രതി നമ്മളെ, ഒന്നിന് മാത്രമേ നമ്മളെ മക്കളുണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു 300 റുപ്യ കൊടുത്താൽ റേഡിയം കിട്ടും. അതിലെ വാർത്ത കേട്ട് ഓഫാക്കുക. വേറെ ഇടങ്ങേറും കുൽമാലിനും ഒന്നും ഉണ്ടാവില്ല. വേണ്ടാത്ത രാഗാത്മക സംഗീതങ്ങളൊന്നും അതിലില്ല എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകണ നേരത്തെ കൂട്ടാ. നിങ്ങളൊന്ന് ഓഫാക്കി നോക്കാണ് ഈ പരീത്തെ TV.
പെരീത്തെ ടി വി ഓഫാക്കിയ ഓരോ ചെലുത്താനും ഓരോ നേരത്തെ ഇളകുക. 5 മണിക്ക് ഓഫാക്കിയ മകൻ പറയും ആരാണത് ഓഫാക്കി. 7 മണിക്ക് ഓഫാക്കിയ അബ്ബൽ പറയും ആരാണത് ഓഫാക്കി. രാവിലെ 7 മണിക്ക് ഓഫാക്കിയാൽ പറയും ബാപ്പ പറയും ആരെയാ അത് ഓഫാക്കി. അവസാനം എന്താ അറിയോ, ഇത് ഓഫാക്കാത്ത പെരയപ്പോൾ രാവിലെ ഓണാക്കിയാൽ പിന്നെ വൈകുന്നേരം 11 മണിക്ക് കറണ്ട് കട്ടാവുമ്പോൾ അത് ഓഫാണ്. എങ്ങനെ എൻ്റെ ഇങ്ങളീ പൊരയിൽ ആരാ ദീൻ കൊടുന്നു തരാൻ, ആരാ സമാധാനം കൊടുന്നു തരാൻ? അതുകൊണ്ട് സഹോദരാ, ദീനുള്ള വീടായിരിക്കണം. ഒരു വീടിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ നാഥനമുണ്ടാകണം. സലാമത്തു റജുൽ മിനൽ ഫിത്ന അൻ യൽസമ ബൈതഹു. വീടിൻ്റെ സുരക്ഷിതത്വത്തിന് ഭർത്താവും അവിടെ സാന്നിധ്യമുള്ളവനാകണം. നമ്മളും തന്നെ എനിക്കും ഇങ്ങൾക്കൊരു ദുസ്വഭാവമുള്ള എന്താ നിങ്ങൾ, നമുക്ക് അങ്ങാടിക്ക് ഇറങ്ങണം എപ്പോഴും. അവനാൻ്റെ പെരയിൽ ചായയും കടി ഒക്കെ ഉണ്ടെങ്കിലും പീടി പോയിട്ട് 4 നുണ പറഞ്ഞിട്ടൊരു ചായ കുടിച്ചാൽ എന്തോ പള്ളൻ്റെ ഉള്ളിൽ കൂടി ഒരു ഗതികേടാണ് അല്ലേ? എന്നിട്ട് അവിടെ പോയി കുറേ അതിൻ്റെ നേരം എന്ത് ചെയ്യും, ഒരുപാട് നഷ്ടപ്പെട്ടു പോവുക. അവിടെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ പള്ളി. ഇവിടുന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് അങ്ങാടി. അവിടേക്കൊന്ന് ഇറങ്ങിക്കയറാഞ്ഞാൽ നമുക്കൊരു സമാധാനമാവില്ല. മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഖുർആനൊന്ന് തുറന്നു വെച്ചിട്ട് ഓതി അതൊന്ന് വായിച്ച് അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് മറിച്ച് അതിൻ്റെ ഒരു മഞ്ഞ അടയാളം ഉണ്ടായിരുന്നു നടുക്ക്, അത് ഇങ്ങോട്ട് മടക്കി വെച്ച് അത് പിന്നെ ഇങ്ങോട്ടാക്കി വെച്ച് പിന്നെ ഇങ്ങോട്ടാക്കി വെച്ച് അങ്ങനെ ഒരു ദിവസം യശയാവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. ഉള്ളിലിങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ചിരി വരും. എന്നിട്ട് അത് ഓതിക്കഴിഞ്ഞിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദേ ഞാൻ കഴിഞ്ഞ 3 മാസം മുമ്പ് തുടങ്ങിയതാണ് ഇത്, സൂറത്ത് പരിശുദ്ധ ഖുർആൻ ഖത്തുമായി. സന്തോഷം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ചെയ്യണത്. ആ ഇശൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ആ ശ്രേഷ്ഠമുള്ള സമയം നമ്മൾ എന്ത് ചെയ്ത് അങ്ങാടിക്ക് പീടിക്ക് പോലെ ആവശ്യം സാധനം വാങ്ങാനൊക്കെ പോലെ. പക്ഷേ നമ്മളെ അഡ്രസ്സ് നമ്മളൊരാൾ വന്ന് ചോദിക്കാം മൂപ്പരയുടെ ഉണ്ടാകുക, മൂപ്പര് നമ്മളെ വൈദ്യരെ പീടിയൻ്റെ അപ്പുറത്തുള്ളൊരു 3 കാലുള്ള ബെഞ്ച് അതിൻ്റെ വലത്തെ അറ്റത്തുണ്ടാവും. അത് നമ്മളെ അഡ്രസ്സ് ആകരുത്. നമ്മളെ അഡ്രസ്സ് മൂപ്പര് പള്ളിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പുരയിലുണ്ടാവും, അല്ലെങ്കിൽ പീടികയിൽ ഓഫീസിലുണ്ടാവും, നമ്മളെ ജോലി സ്ഥലം. അതല്ലാതെ വീടിനൊക്കെ പോകരുത്. സഹോദരിമാരോടും പറയാൻ, നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ വലന്നു കഴിഞ്ഞ് ഓരോരു കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താ കുട്ടികളോട് ചോദിച്ചാൽ എനക്കൊന്ന് ദുബായി പോയി ഒന്നൂടെ. നമ്മളെ വിചാരം ദുബായി എന്ന് പറഞ്ഞാൽ അവിടെ മേലാറ്റൂരാന്നാണ്. എന്നിട്ട് ആ കുട്ടികൾ പിന്നെ അതിനിങ്ങനെ ആഗ്രഹം വെച്ച് അവസാനം എന്ത് ചെയ്യും, ദുബായിലൊന്ന് പോകും. 3 ദിവസം കഴിയുമ്പോഴത്തേന് കല്യാണം കഴിഞ്ഞ് പോയതല്ലേ, മൂക്കൊന്നും വെള്ളം വരാൻ തുടങ്ങും, കണ്ണൊന്നും വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അവന് പേടി ആരെ അറിയോ, പടച്ചോനെയാണോ അവൻ പേടിച്ചിട്ടാണ് ഈ മൂക്കുന്നൊക്കെ വെള്ളം വരുന്നത്. ഞാനൊരു കൂട്ടിനെ കല്യാണം കഴിച്ച് ഇരുത്തി പോന്നല്ലേ, അവളെ ഞാൻ നോക്കണ്ടേ, അവളുടെ ഇഷ്ടം ഞാൻ കൊടുക്കണ്ടേ എന്നൊക്കെ പേടിച്ചിട്ടാ. പിന്നെ അവന് പേടി ആരെ അറിയാം, നമ്മളെ നാട്ടിൽ ചെന്നാൽ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ കാട്ടുക, ബാപ്പ ചൂടായ എന്താ കാട്ടുക, ഉമ്മ ചൂടായ എന്താ. അല്ല, ഞമ്മക്കൊരു 3000 4000 5000 നമ്മളെ പെരിയിലും നാട്ടിലും കിട്ടാൻ വകുപ്പുള്ളോ ഓനങ്ങൾ ഗൾഫ് കാട്ടി പറഞ്ഞേക്കല്ലേ. പാവങ്ങളാണോലി ഒരു നമ്മളെ നാട്ടിൽ നിന്നിട്ട് നമ്മളെ കുട്ടികളെ നോക്കി ഞമ്മക്ക് വേണ്ടത് തന്ന് ജീവിച്ചു പോകുമ്പോൾ അതിലൊരു ബർക്കത്തുണ്ട് അല്ലേ. കുട്ടിനെ കൊണ്ടുവന്നു, ഭാര്യ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, 6 മാസമുള്ള കുട്ടിനെ കട്ടിൽമേലും കിടത്തി. ബാപ്പാക്ക് ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് മകൻ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്തിട്ട് ഭാര്യ എടുക്കലില്ല, പെണ്ണുങ്ങൾ എടുക്കണില്ല, നിങ്ങൾ ഓളെ ഒന്ന് ശ്രദ്ധിച്ചണം കേട്ടോ. ഒന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചണം, ഞാൻ വിളിച്ചുമ്പോൾ നിങ്ങളെ മകൾ എടുക്കണില്ല, നിങ്ങളൊന്ന് നോക്കണം ട്ടാപ്പാ. ആ വാപ്പ ഇങ്ങനെ ഇടക്ക് ജനൽ സ്വന്തം ആളല്ലേ, ജനലൊന്നിങ്ങനെ തുറന്നു നോക്കുക, അപ്പുറത്തോള് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു അർദ്ധരാത്രി കുട്ടി ഇങ്ങനെ നൊലൊളിച്ചാണ്. 6 മാസമായ കുട്ടിയല്ലേ, ആ കുട്ടി ഇങ്ങനെ കരയുമ്പോൾ മൂപ്പറ് ജനലൊന്ന് തുറന്നിട്ട് മോളെ കുട്ടി അതാ കരയണേന്ന് പറഞ്ഞു. അപ്പം വിചാരിച്ചു ആ ബാത്റൂമിൽ പോയതായിരിക്കും എന്ന് വിചാരിച്ചുട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുട്ടി തുറന്നു നോക്കുമ്പോൾ കുട്ടി മകളവിടെ ഇല്ല. 2 പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. പോലീസുകാരൻ നമ്മളെ നാടിൻ്റെ ഒരു 10-28 കിലോമീറ്റർ അപ്പുറത്തുള്ള റോട്ടിൽ ഇറങ്ങി നിന്ന് കൈ കാണിച്ചു. ഒരു ബൈക്കുമ്മേ ഒരു ആണും ഒരു പെണ്ണും പോണുണ്ട് നിർത്തിച്ചു. മുന്നിലുള്ളവൻ മാർബിൾ ഇടാൻ വേണ്ടി മെയിൻ്റനൻസ് വർക്കിന് പെരിയിൽ വന്ന അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അവൻ്റെ കൂടെ 6 മാസമായ കുട്ടിനെ ഇട്ടിട്ട് ഈ പെൺകുട്ടി പോകുന്നുണ്ടപ്പോൾ SI ചോദിച്ചു, മോളെ എന്ത് തീരുമാനിച്ചിട്ടാ നീ ഇറങ്ങുന്നത്? ആ പെണ്ണ് പറഞ്ഞറിയോ, ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടാ പോണത്. ഓൻ ഇന്ത്യ ഇവക്ക് ഹിന്ദി മാലുന്നേ ഒന്നും വിവരമില്ല.
എന്നിട്ട് പറയാം എല്ലാം എന്താ നമ്മളെ കുട്ടികളൊക്കെ തീരുമാനിക്കണേ, ഞാനും നിങ്ങളൊക്കെ തീരുമാനിച്ചതിൻ്റെ പൗതി അല്ലാതെന്താ. അതുകൊണ്ട് തിന്മകളുടെ ഒന്നുമുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലൽ ബൈത്തുല്ലദീ യുദ്കറുല്ലാഹു ഫീ, അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന വീടെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓർക്കപ്പെടാത്ത വീടും മസലൽ ഹയ്യി വൽ മയ്യിത്തി, മരിച്ചതിനും ജീവിച്ചതിനും തുല്യമാണ്. നമ്മൾ ഇസ്ലാമികമായ കുടുംബം, ബാപ്പ പള്ളിക്കല മെമ്പറാണല്ലോ, മകനായ ഞമ്മക്കെന്താ പണി? മകനായ ഞമ്മക്ക് ബാപ്പാൻ്റെ ആ വയ്യേ പോവുക. നമ്മളെ ഭാര്യക്കെന്താ പണി? ഭാര്യക്കെന്താ പണി എന്ന് ചോദിച്ചാൽ, ഭർത്താവ് ഇസ്ലാമുള്ളൊരു ഭർത്താവാണ്, ഭാര്യ ഈമാനുള്ളൊരു ഒരു ഭാര്യയാണ്. അങ്ങനെയുള്ളീന്ന് കുട്ടികൾ വളർന്നു വന്നാണ്ടല്ലോ, ആ കുട്ടികൾ എന്തോരം നല്ല മക്കളായിരിക്കും. അതാ നമ്മൾ ഉത്തരവാദിത്വം. അല്ല നമ്മളെന്താ വിചാരിക്കുക അറിയോ, വാപ്പ പള്ളിക്ക് പോകുന്നുണ്ടല്ലോ, വാപ്പ മരിച്ചിട്ട് പ്രസിഡൻ്റ് ആകാൻ പോകാമെന്നൊക്കെ എഴുതി കുത്തിർക്കുക മക്കളെ നമ്മൾ, അല്ലേ? വാപ്പാൻ്റെ ഒപ്പം പോകണം. എന്നിട്ട് നമുക്ക് ജുമാക്ക് പോയി മുന്നിലെ സൊഫിൽ ഇരുന്ന് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ വന്നു. അപ്പോൾ നമ്മളെന്താ കാട്ടുക അറിയോ, വാപ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിക്കാണ് പോകും. നമ്മളവിടെ ഇരിക്കുക, വാപ്പാനോട് പറയുന്നത് ഇവിടെ ഇടണ്ട്, നമുക്ക് രണ്ടാൾക്കും ഒപ്പം സ്വർഗത്തുക്കോ, ഞങ്ങൾ വരികയെ ഇവിടെ ഇടണ്ട്, ഞാൻ കുറച്ച് നീങ്ങിത്തരാം. ബസ് കയറിയിട്ടുണ്ടല്ലോ, വാപ്പാക്ക് സീറ്റോ കുറച്ചൊന്ന് നീങ്ങിയിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ ഖത്തീബ് ഇങ്ങനെ നോക്കുമ്പോൾ 4 പുരിക ഒരേപോലെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ ആയത്തോതി പറഞ്ഞു തരിക, ബാപ്പിയും മക്കളും ഈമാനിൽ ഒരേപോലെ പിന്തുടർന്നാൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, ഇങ്ങളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇങ്ങളെ മക്കളെയും നിങ്ങളൊപ്പം ഇങ്ങനെ തുടർത്തി പിന്നാലുണ്ടാവും. പിന്നെയും നമ്മളെ 4 പുരികത്തുമൊക്കെ ആ ഖത്തീബ് നോക്കണേ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ മഹല്ലേർക്കൊക്കെ ഒരു അസൂയ, എന്താ നിങ്ങളെ തന്നെ നോക്കി മൂപ്പരിങ്ങനെ കുത്തുബ പറയണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളെ മക്കളെയും കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ മൂപ്പര് നിങ്ങളെയും നോക്കി പറയും, ഇതിപ്പോൾ മകനെയും ബാപ്പാനെയും ഒക്കെ ഒരേ സ്വപ്പ് കണ്ടിട്ടാ, മറ്റേ നിങ്ങളൊന്നാം സ്വപ്പിലും മക ഒന്നും വരില്ല തയ്യാത്തിന് ഉത്തർക്കല്ലേ, പിന്നെ എങ്ങനെ നോക്കിയാൽ എങ്ങനെ കാണുക. അപ്പോൾ വാപ്പാരും ഉമ്മാരും മക്കളും ഒക്കെ ഒന്നാമത്തെ സ്വപ്പിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഈമാനിൻ്റെ കാര്യത്തിൽ ഒന്നാം മുന്നണിക്ക്, അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ, അല്ലാഹുവേ ഖുർറത്ത അയ്യുനൻ തരണേ. എങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആൻ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു തന്നു. നമ്മളുടെ ദീനിൻ്റെ അനുസരിച്ച് ദുരിയാത്തും അതുപോലെ തന്നെ തൻ്റെ ഭാര്യമാരും അസ്വാജിനാ മിൻ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീകൾക്കൊരു ഇമാമുമാക്കി തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നമ്മളെ മകൻ്റെ ഒരു ദിവസം ഇങ്ങനെ ടി വി തുറന്നപ്പോൾ ടി വിയിൽ ഇങ്ങനെ നമ്മളെല്ലാവരോടും വിളിച്ചറിഞ്ഞു, ഇഞ്ച മകണ്ട് ഇപ്പോൾ ടി വിയിൽ ഒന്ന് നോക്കിക്കോളിട്ടോ, ഓനെ തന്നെയാണ് കാണണം, ഓൻ തന്നെയാണ്. അപ്പം എന്താ ഓന് പണി അറിയോ? ഓൻ ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചാനലുകാരനോട് പറയുകയാണ്, ഞങ്ങളിപ്പോൾ നാളെ കരിപ്പൂർ എയർപോർട്ട് കൂടി 30 കിലോ കടത്തും, 50 കിലോ സ്വർണം കടത്തും. ഇതിലല്ല നമ്മളെ മക്കളെ കാണേണ്ടത്. നമ്മളെ മക്കൾ കാണണം എന്ത്? ടി വി കാണാനല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലണീൻ്റെ മുമ്പിൽ ഓലിങ്ങനെ വന്നിക്കുക. എന്നിട്ട് പഠിച്ചോ നമ്മളോട് ചോദിക്കുക, നിങ്ങളെ മാനാ 1 മണിക്കൂർ മുമ്പ് വന്നിക്കണ്. എന്താ? ബാപ്പ പഠിപ്പിച്ച ആ ദീനിനുള്ള ശ്രേഷ്ഠതയും ഹൈറും ഒക്കെയാണ്. അതുകൊണ്ട് ഉമ്മമാരെ ഏറ്റവും നല്ല രൂപത്തിലാകണം, അള്ളാനെ ഓർക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം വീട്ടിലുണ്ടാകണം. മക്കളെ, പഠിച്ചോ അനുഗ്രഹിച്ചിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ, പഠിച്ചോ അനുഗ്രഹിച്ചിട്ട് ഇടി വെട്ടി കിട്ടോ. മക്കളെ, പഠിച്ചോൻ അനുഗ്രഹിച്ചിട്ട് ഉമ്മ ചായ ഉണ്ടാക്കിച്ചേക്ക്. അള്ളാഹു പഠിച്ചോൻ അനുഗ്രഹിച്ചിട്ട് ഇന്ന് നമ്മൾ കുറച്ച് അയില വാങ്ങിക്കണം കേട്ടോ. ഇങ്ങനെ പഠിച്ചോൻ അനുഗ്രഹിച്ചിട്ട് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിച്ചോൻ നമ്മളെ കാക്കണ് റബ്ബ് ലാഹ് ഗഫൂർ എന്നൊക്കെ അങ്ങനെ പറയുമ്പോണ്ടല്ലോ, നമ്മളെ കുട്ടികളെ മനസ്സിൽ കൂടി ഇങ്ങനെ അള്ളാ 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 പഠിച്ചോന് റബ്ബ് ഇലാഹ് എന്നിങ്ങനെ വരും. അപ്പം എന്ത് ചെയ്യുന്നറിയോ? ആ വീട് അള്ളാനെ ഓർക്കുന്ന വീടാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ബേജാറാകുകയാണ്. വാപ്പാക്ക് അസുഖാണല്ലോ മക്കളെ, നിങ്ങളെ ആരാ പോറ്റുക? നിങ്ങളെ വാപ്പാക്ക് അസുഖമായിട്ട് നിങ്ങളെ ആരാ പോറ്റിയേ? പഠിച്ചോ. ആ പഠിച്ചോ ഞങ്ങളെയും പോറ്റും. നിങ്ങൾ ഞങ്ങളെ കാര്യത്തിൽ ബേജാറാണ്ട. നമ്മളൊറ്റ ചോദ്യമേ ആ മക്കളോട് ചോദിക്കേണ്ടതുള്ളൂ, പൊന്നാര മക്കളെ, എൻ്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അപ്പോൾ ആ കുട്ടികൾ പറയും, ബാപ്പാനെ സൃഷ്ടിച്ച ബാപ്പാൻ്റെ ബാപ്പാനെ സൃഷ്ടിച്ച ഉമ്മാനെ സൃഷ്ടിച്ച ഉമ്മാൻ്റെ അമ്മാനെ സൃഷ്ടിച്ച ആ പഠിച്ചോനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് നിങ്ങളെ മദ്രസന്ന് പഠിപ്പിച്ച ആ വാക്ക് പറഞ്ഞാൽ, പൊന്നാരുപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീട് ഖബറാക്കാൻ പാടില്ല. ഇജഅലൂ മിൻ സ്വലാത്തിക്കും മിൻ ബുയൂതിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിസ്കാരമൊക്കെ അവിടെ ആക്കണം. വലാ തത്തഖിദുഹാ ഖുബൂറാ, നമ്മളെ വീട് നല്ല സൗകര്യമുള്ളതേക്കാരം, നല്ലതേക്കാരം, പക്ഷേ പോരാ, അവിടെ ഖുർആൻ ഓതണം. ഖുർആൻ അവിടെ ഓതണം. ആയത്തുൽ കുർസി സ്ഥിരമായി ഓതുന്ന, നിസ്കാര ശേഷം ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ നിന്ന് ഒരു മറയില്ല. സൂറത്തുൽ ബഖറ സ്ഥിരമായി വീട്ടിൽ ഓതിയാൽ ചെകുത്താൻ അവിടെ സ്ഥിര താമസമാക്കുകയില്ല. 3 ദിവസം ഖുർആൻ ഓതാതിരുന്നാൽ അവിടെ പിശാച് സ്ഥിര താമസമാക്കും. സൂറത്തു സജദ ഓതി ആരെങ്കിലും സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അല്ലേ? അള്ളാഹിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്തു തബാറക്ക ആരെങ്കിലും ചൊല്ലിയാൽ ആ ചൊല്ലിക്കൊണ്ട് അവൻ തൻ്റെ വിശ്വാസത്തെ പുതുക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ പേര് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. വീട് നന്നാക്കിയാൽ മാത്രം പോരാ. നമ്മൾ പറയില്ലേ, വീട് നന്നാക്കിയോ? ആ വീട് നന്നാക്കി, ഇപ്പൊക്കെ ഒന്ന് പൊളിച്ച്. ഉസ്താദ് ചോദിക്കുകയാണേ പള്ളിക്കന്നേ, നിങ്ങളെ പെരയൊക്കെ നന്നാക്കി, നിങ്ങൾ ആ പെരയൊക്കെ ഇപ്പം നന്നാക്കിക്കണേ, രണ്ടാമത് ആ മാർബിളൊക്കെ ഒന്ന് പൊളിച്ചു കണ്ട് രണ്ടാമത്, അതല്ല ഈ ചോദിക്കണേ. നിങ്ങളെ പുര നന്നാക്കിയോ എന്ന് ചോദിച്ചാൽ ആ പുരയിലുള്ള ആളുകളൊക്കെ നന്നായിക്കണോന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി ഫഇദാ ഔതറ ഖാല ഖൂമി യാ ആയിഷ ഫഔതിരി യാ ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആയിഷ എഴുന്നേൽക്കുക. എന്നിട്ട് നീ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ വിത്ർ നമസ്കരിച്ചു, അതുകൊണ്ട് നീയും വിത്ർ നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയോട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നമ്മളെ പുരയിൽ രാത്രിയൊക്കെ ഉറക്കം കിട്ടണം. എങ്ങനെ കിട്ടുക? അള്ളാഹിൻ്റെ ഖുർആനിൽ അള്ളാഹു 5 നേരത്തെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഫർളാക്കിയതുപോലെ പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. നമ്മൾ മുജാഹിദുകളാണ്, മുജാഹിദ് മഹല്ലിലെ മെമ്പറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5 നേരത്തെ ഫർള് നിസ്കരിക്കണം, രാത്രി നിസ്കാരവും നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രിയാവുമ്പോൾ ഭാര്യനെ വിളിക്കും. എന്നിട്ടോ ഭാര്യനോട് പറയാണ്, ഞാൻ വിത്ർ നിസ്കരിച്ചുട്ടോ, ഇജും വിത്ർ നിസ്കരിച്ച്. നമ്മൾ രാത്രി 1 മണിക്കൂർ കുരയൊക്കെ കുരച്ച് നമ്മളൊരു സിഗരറ്റിനൊക്കെ തിരി കൊളുത്തി സിറ്റ് ഔട്ട് കുത്തരുന്നൊക്കെ വലിച്ചു തീർത്തിട്ട് ഓളോട് പറയാ, ഞാൻ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടോ, ഇജ്ജും വലിച്ചോ? പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു, ഇജും തഹജ്ജുദ് നിസ്കരിച്ചോ? എന്നിട്ട് പാലക്കാടിയിലെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. റഹിമല്ലാഹു റജലൻ ഖാമ മിനൽ ലൈലി ഫസ്വല്ലാ. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മനുഷ്യന് അല്ലാഹു ബർക്കത്ത് റഹ്മത്ത് കൊടുക്കട്ടെ. ഫസ്വല്ലാ, എന്നിട്ടവൻ നമസ്കരിച്ചു. ഫഅയ്ഖല ഇംറഅതഹു, ഭാര്യയെ വിളിച്ചുണർത്തുകയും ചെയ്തു. ഫസ്വല്ലത്ത്, അവൾ നമസ്കരിച്ചു. ഫഇന്നബത്ത്, ഒരു ദിവസത്തിൽ അവൾ അതിന് വിസമ്മതിച്ചു. നളഹ ഫീ വജ്ഹിഹാ അൽമാ, മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ടവളെ എഴുന്നേൽപ്പിച്ച ഭർത്താവിനാകുന്നു അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ. രാത്രി ഒരു 12 മണിയാവുമ്പോൾ ഭാര്യനെ നമ്മൾ വിളിച്ചപ്പോൾ ഓല് 1-ാം ക്ലാസ് ക്യാമ്പിന് വന്നോലായോണ്ട് ബേജാറില്ല. അല്ലെങ്കിൽ വിളിച്ചാവോ ഓല് ചോദിച്ചു, ഇന്നത്തെ കാക്ക അങ്ങക്ക് അറ്റാക്കായോ? അപ്പം നമ്മൾ പറയും, അറ്റാക്കായതല്ല, രാത്രി ഒരു നിസ്കാരമുണ്ട്, ഞാനിപ്പോൾ നിസ്കരിച്ചു, 11 നിസ്കരിച്ചാൽ ബേക്കണില്ല, ഇജു ഒരു 3-5 അവിടുക്കത്തണ്ട, 5 അവിടുക്കത്തണ്ട. അപ്പോൾ ഭാര്യ പറയും, ഞാൻ 11 നിസ്കരിച്ചു. എന്താ അറിയോ? മത്സരമാണ്. അയില വാങ്ങിയാൽ മതി, ഐക്കോറ വാങ്ങും, അതല്ല മത്സരം. നിങ്ങൾ 7 നിസ്കരിച്ചേ, ഞാൻ 11 നിസ്കരിച്ചു. അങ്ങനെ മത്സരിച്ച് ഭാര്യ എഴുന്നേറ്റ് നിസ്കരിച്ചു. ഒരു ദിവസം അവൾ കിടക്കാൻ 11 മണിയായി. അതുകൊണ്ട്
11 മണിയായി. അപ്പോൾ ഭാര്യ കിടന്നപ്പോൾ കുറേ വൈകിക്കണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണേ, അങ്ങനെ ഭാര്യനെ വിളിച്ചു തഹജ്ജുദ് നിസ്കരിക്കാൻ. അപ്പോൾ ഭാര്യ ഉണർന്നില്ല. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തറിയോ, കുറച്ച് വെള്ളം എടുത്തിട്ട് അവളെ മുഖത്തേക്ക് കുടഞ്ഞു, അവളെ ഉണർത്തിയിട്ട് നിസ്കരിപ്പിച്ചു. അങ്ങനെയുള്ളവൻ അള്ള റഹ്മത്ത് കൊടുക്കട്ടെ. പാലക്കാഴിയിലെ ഈ മഹല്ലത്തിലെ ബഹുമാന്യ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളെ, ഫർള് നിസ്കാരം നിസ്കരിച്ചാൽ തന്നെ നമ്മളെ മഹല്ലിൽ നിന്ന് പുറത്താക്കൊന്നുമില്ല. നമ്മളൊക്കെ അംഗങ്ങളായി നിൽക്കും. പക്ഷേ തഹജ്ജുദും കൂടി നിസ്കരിച്ചാൽ നമ്മൾ അള്ളാൻ്റെ അടുത്ത് വലിയ ഒരു അംഗീകാരമുള്ള കുടുംബമായി മാറും. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ ഓതണം, പാരായണം ചെയ്യണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമുഹും അദ്ദിബുഹു, നിങ്ങൾ കുടുംബങ്ങളെയൊക്കെ പഠിപ്പിക്കുക, എന്നിട്ട് അവരെ സംസ്കാരമുള്ളതാക്കി തീർക്കുക. കുട്ടികൾ പെരിയിലൊക്കെ അടി കൂടും അല്ലേ? ഇനിയിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പോലും ഇപ്പോൾ അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. 2-3 മക്കളൊക്കെ തമ്മിൽ അടിയൊക്കെ കൂടും. അപ്പോൾ ഇത് നമ്മൾ പെരിയിൽ ചെല്ലുമ്പോൾ അങ്ങനെ കേൾക്കുക, ഭയങ്കര അങ്ങോട്ട് ഒരുത്ത ഉന്തുണ്ട്, വരുത്തം ഇങ്ങോട്ട് ഉന്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈക്കെന്ന് വലിയൊരു കാഞ്ഞരത്തിൻ്റെ വടി എടുത്തിട്ട് ചെല്ലുക. ആരാടാ അവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ കുട്ടികൾ അറിയാടാ വാപ്പ നമ്മളിലേറെ മോശം, നമ്മൾ ചെറിയ വടിയായിട്ട്, വാപ്പത വലിയൊരു വടിയായിട്ട് വരുന്നത്. എന്നാൽ ഞങ്ങൾ ഓരോട് പോയി പറഞ്ഞു നോക്കിയടാ, തല്ല് കൂടിയാലേ അള്ള സ്വർഗം തരൂല. അഥവാ നിങ്ങൾ തമ്മിൽ തെറ്റിയാൽ ആദ്യമായിട്ട് സലാം പറയുന്നവനാണ് സ്വർഗം. പിന്നെ അവിടെ സലാം കൊണ്ടേക്കാറ് തല്ല്, അസ്സലാം വലൈക്കും അസ്സലാം വലൈക്കും. എന്നിട്ട് വാപ്പാനോട് ഞാൻ ആദ്യം പറഞ്ഞു, ഓ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓനാ പറഞ്ഞതെന്നാ പറയുന്നത്. അങ്ങനെയാണ് കുട്ടികളങ്ങനെ മത്സരിപ്പിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് സ്വർഗം കിട്ടും, അതിൻ്റെ ഗുണം കിട്ടും. വീട് സന്ദർശിക്കുന്നവർ തഖ്വയുള്ളവരാകണം. നമ്മൾ നല്ല ആൾക്കാരാകുക. നമ്മളെ വാപ്പ പറഞ്ഞു ഒരു സൽക്കാരുണ്ടെന്ന്, അതുകൊണ്ട് എൻ്റെ ചങ്ങായിമാരൊക്കെ ഉച്ചക്ക് വരും. എന്തേക്കാരാ വീട്ടിലെ സൽക്കാരം, എല്ലാവരും 12 മണിയായപ്പോൾ വന്ന് ഒക്കെ ഇങ്ങനെ ബാച്ചുക്കൊക്കെ നോക്കുക, ചോറ് വിളമ്പാനായോ ദമ്മ് പൊട്ടിച്ചാനായോ നല്ല നോക്കണേ. ബാങ്ക് കൊടുത്തോ? അപ്പോൾ പറഞ്ഞു ആ കൊടുത്ത്, ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി. വാപ്പാൻ്റെ ഒപ്പം വന്ന് വാപ്പാൻ്റെ ചങ്ങായിമാരൊക്കെ പള്ളിക്കൊക്കെ പോയി നിസ്കരിച്ച് ഒക്കെ വന്ന് എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്ന് കയ്യൊക്കെ കഴുകി വലത്തെ കൈകൊണ്ടൊക്കെ തിന്നാൻ കണക്കാക്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന്, എന്നാൽ തിന്ന് അല്ലേ, കുറച്ചിട്ടാൽ മതി, ഒക്കെ പാടെ വാരി ഇട്ടിട്ട് വേസ്റ്റായി കളഞ്ഞാൽ അതിനനുസരിച്ച് പഠിച്ചവനോട് ഒക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി പോവുക. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെട്ടാ, പഠിച്ചോ ഏതായാലും ഹൈറാക്കട്ടെട്ടാ, എന്നാൽ ഇനി ഞങ്ങളൊക്കെ പോട്ടെട്ടോ, അസ്സലാമു അലൈക്കും. തഖ്വയുള്ളൊരു ഭക്ഷണം. ബാപ്പ പറഞ്ഞു എൻ്റെ ചങ്ങായിമാരൊക്കെ ഏതായാലും വന്നു, ഇനി എൻ്റെ ചങ്ങായിമാരെയും വിളിച്ചോ അടുത്ത ഞായറാഴ്ച. നമ്പറൊക്കെ ഞെക്കി മെസ്സേജൊക്കെ അയച്ച് വിളിച്ചു. ഞായറാഴ്ച ഉണ്ട് ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ ഒരു വള, ഇവിടെ ഒരു വള, ഇവിടെ ഒരു ഇത്, പിന്നെ കഴിച്ചൊക്കെ കുറേ ചുരുട്ടി വെച്ചിക്കണേ, പിന്നെ മുടി കുറേ നീട്ടിക്കണേ. ബാപ്പ ഏതോ കൊള്ളസംഘം വരികയായിരിക്കാണ്ട് ഒരു ഭാഗത്ത് കൂടി പായാ നോക്കുമ്പോൾ മക്കൾ അല്ല അപ്പം അതിൻ്റെ ചങ്ങായിമാരാണ്. ഇങ്ങനത്തെ കൂട്ടുകെട്ടുണ്ടായാലേ റസൂല പറയാ തഖ്വയുള്ളവൻ്റെ ഭക്ഷണം തഖ്വയുള്ളവനെ തിന്നുള്ളൂ. എന്നിട്ട് വന്നിട്ട് വാപ്പ 3 വട്ടം പറഞ്ഞു വാങ്ങൊടുത്തു. ഞങ്ങളെ ഈ ഗ്ലാസ്സിലൊന്നാണ് വെള്ളം വാർന്ന് തീരട്ടെ, എന്നിട്ട് തൈരൊന്നും വിളമ്പട്ടെ, എന്നിട്ട് അച്ചാറൊന്നും റെഡിയാക്കിയിട്ട് നിക്കരിച്ചാൻ പോകാൻ ഒരൊറ്റ പടപ്പുണ്ടാവില്ല. നമ്മളൊന്നും കൂട്ടത്തുനിന്ന് ഒരൊറ്റ ഒന്ന് എങ്ങനെ ഇങ്ങനത്തെ ഒരു കമ്പനിയും കൂട്ടുമായത്. നമ്മൾ ഒരു ഹിന്ദുവായ സഹോദരനാണെങ്കിൽ അവന് നമ്മളിലേറെ ആദരവ് നമ്മളെ നിസ്കാരത്തോടൊക്കെ. ഞങ്ങളെ നാട്ടിലുണ്ടൊരു നാണി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം വെള്ളിയാഴ്ച 12 മണിയാകുമ്പോൾ പീടി അടക്കും, ഹിന്ദുവാ. അപ്പോൾ എല്ലാവരും ചോദിച്ചോ, നാണിയ എനക്ക് ജുമാക്കൊന്നും പോകണ്ടല്ലോ, എന്തിനാ ഈ പീടി അടക്കണം എന്ന് ചോദിച്ചാൽ പറയും, നിങ്ങൾ ജുമാക്കൊണ്ട നേരെ ഈ പീടി ഉറന്നിച്ചിട്ട് കട്ടൻ ചായ പറഞ്ഞതിൻ്റെ കുറ്റം എനിക്ക് വാങ്ങാനാവില്ല, അതുകൊണ്ട് ഞാൻ ഇനി 2:30 തുറക്കുള്ളൂ, മൂപ്പര് കൂട്ടി കാണ്ട് പോകും. അപ്പോൾ നമ്മളെ മതത്തോട് അവർക്ക് അതിലേറെ ബഹുമാനമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യരുത്, തഖ്വയുള്ളവനാകണം, തഖ്വയുള്ളവനാണ്. സഹോദരി, നമ്മളും തഖ്വയുള്ള, എല്ലാവരും തഖ്വയുള്ളവരാണ്, ഓരങ്ങോട്ട് കൂട്ടുക, അങ്ങനെ ആകുക. ഭർത്താവ് എന്താണെന്നറിയില്ല, എന്നെ ഇന്നലെ കാര്യമായി മൈൻഡ് ചെയ്യണില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. 10 കാലുണ്ടല്ലേ അങ്ങനെ തന്നെ. ഇജ്ജ് വേണമെങ്കിൽ മൊബൈലിൽ ആരെങ്കിലും വിളിച്ചുണ്ടാക്കിക്കോ, അത് പറയുന്നവരല്ല. മോളെ അള്ളാനെ സൂക്ഷിക്കണം, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഭർത്താവ് എന്നെ നോക്കും, പരിപാലിക്കും, വിഷമിക്കണ്ട. പഠിച്ചോനെ, ഈ ആസിയ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം കേട്ടിട്ടില്ലേ?
അല്ലേ? അത്ര ഇടങ്ങേറായി ജീവിച്ചല്ലേ. ഇജ്ജ് കയറെടുക്കരുത്, ഇജ്ജ് തൂങ്ങരുത്. അത് പറയണ അയൽപ്പക്കക്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കി. അല്ലേ? ഈ ഖുർആൻ ക്ലാസ് വെച്ചിട്ടുണ്ടാക്കി. സഹോദരാ, കടം വന്ന് ബുദ്ധിമുട്ടിയിട്ട് പള്ളിക്ക വന്ന് ഇരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുക, അബ്ദുറഹ്മാനെ ഇജ്ജ് എന്താ ഇരിക്കണേ? ഒന്നുമില്ല, 4 പെൺകുട്ടികൾ പുരയിൽ കടാണ്, ഇരിക്ക്, സാരല്ല, അള്ള എൻ്റെ റിസ്കേറ്റതാ, ഇജ്ജ് നിസ്കരിച്ച് രാവിലെ നമുക്ക് പണിക്ക് പോകാം. എവിടെയാ പണി? ആരാ എനിക്ക്? ഇജ്ജ് പോര്, കരിപ്പണിണ്ട്, കരി ഉണ്ടാക്കാം, വിറ്റൊരു ചാക്കിലാക്കി. വേണ്ട, അതില്ല, പിന്നെന്താ ഉള്ളത്? പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുണ്ട്, അത് പൊറുക്കിയിട്ട് ഒരു ചാക്ക് കെട്ടിയാൽ 1 കിലോന് 72 ഉറുപ്യ കിട്ടും. 72 12 കിട്ടും. അത് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ജീവിതം പോലത്തെ. സാരല്ല, ഇജ്ജ് ക്ഷമിച്ച്, അള്ളയാണ് റിസ്ക് തരുന്നത്. സാരല്ല, നമ്മളോട് നീച്ച് മുഖമൊക്കെ കഴുകി. എന്താണ് ആ ഗുണം എന്നറിയോ? തക്കവള്ളവരുടെ കൂട്ടുകെട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സമയമായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയത്തെ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടിൽ മഗ്‌രിബിൻ്റെ ഇശൻ്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല. എനിക്കൊരു 2 മിനിറ്റ് തന്നോ എന്നാണ് തോന്നുന്നത്. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. അതായത് ഇശൻ്റെ മഗ്‌രിബിൻ്റെ ഇടയിൽ പെരിയിൽ ഉറങ്ങാൻ പാടില്ല. ഇശ കഴിഞ്ഞാൽ സംസാരിച്ച് ഇരിക്കാൻ പാടില്ല. ചൂടാന്ന് കരുതിയിട്ട് പെരൻ്റെ പുറത്ത് പോയി കിടന്നാൽ പാമ്പ് കടിച്ചാൽ അള്ള ഏൽക്കൂല. കാരണം എന്താ അറിയോ? അത് അള്ളാൻ്റെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഉള്ളിൽ കിടക്കണം എന്നാ. വീട്ടിൽ ചർച്ച ഉണ്ടാകണം. നല്ല കൂട്ട് വീടിൻ്റെ സുരക്ഷയ്ക്ക് നല്ലതാണ്. നല്ല കൂട്ടല്ല, നല്ല കൂട്ടുകെട്ട്. രഹസ്യം വീട്ടിൽ സൂക്ഷിക്കപ്പെടേണ്ടത് അവിടെ തന്നെ കുടുംബത്തിൻ്റെ സൂക്ഷിക്കപ്പെടണം. പെൺവേഷം കെട്ടിയ ആണും ആൺവേഷം കെട്ടിയ പെണ്ണും നമ്മളെ പുരയിലുണ്ടാകാൻ പാടില്ല. പെൺകുട്ടിയാൾക്ക് ജീൻസ് വാങ്ങിക്കൊടുക്കണം. അമ്മാരോടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതൊക്കെ പറയണേ. നിങ്ങളും ഞാനും, എനിക്കുണ്ട് 4 പെൺകുട്ടികൾ, അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ ടൈലറിങ് പഠിച്ചോ, അവൾക്കൊരു മിഷ്യനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിയേക്ക് ഇസ്ലാമികമായ വേഷം ധരിച്ച് നടക്കാൻ ഒരു സൗകര്യം അമ്മമാരെ അയിക്കൂടി കിട്ടും. മറ്റേത് 10,000 ഉറുപ്പ്യ എടുത്ത് മേലാറ്റൂരിന്ന് വാങ്ങിയാലും ഓളമേത്ത് ചുറ്റാനേ അത് ഉണ്ടാവുകയുള്ളൂ, മറക്കാൻ അത് തികയില്ല. അതുകൊണ്ട് ഉമ്മാര് ശ്രദ്ധിക്കുക. പെൺകുട്ടികളെ വസ്ത്രം വാങ്ങുമ്പോൾ നാളെ പരലോകത്ത് നമ്മളെ 3 കുട്ടികളും 4 കുട്ടികളും അവിടെ നിന്നിട്ട് ഉമ്മാൻ്റെ സ്വർഗം കളയരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചിത്രം തൂക്കിയ വീട്, അതേപോലെ തന്നെ നായ പ്രദർശിപ്പിക്കപ്പെടുന്ന ഉള്ളിൽ കിടത്തുന്ന വീട്, അവിടെ അനുഗ്രഹത്തിൻ്റെ മലക്ക് പ്രവേശിക്കുകയില്ല. വിഗ്രഹമുള്ള, അതേപോലെ തന്നെ രൂപങ്ങളുള്ള, നമ്മുടെ ഷോക്കേസിലൊക്കെ വെച്ചിട്ടുള്ള പൂച്ച, പുലി, അല്ലേ, ഒക്കെ നമ്മളെ സ്വഭാവമുള്ളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, സിംഹം ഒക്കെ അല്ലേ, അതൊക്കെ ഒന്ന് പോയിട്ട് എടുത്ത് മാറ്റുക. കാരണം അതൊന്നും നമ്മുടെ മുസ്ലിം കുടുംബത്തിനോ ബർക്കത്തൊന്നും കിട്ടുന്നതല്ല. പിന്നെ ഉപ്പ മരിച്ചുപോയുവെങ്കിൽ ഉപ്പയോടുള്ള ആദരവ് കൊണ്ട് വെച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ടാകും. ഇന്ന് തന്നെ മുവഹിദുകൾ അതെടുത്ത് മാറ്റുക. കാരണം മക്കൾക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാനൊക്കെ എന്ന നിലക്ക് എടുത്ത് വെച്ചത് അത് അലമാരിയിലൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുക. പുറത്തൊന്നും പ്രദർശിപ്പിക്കരുത്, കാണരുത്. അഥവാ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളപ്പാൻ്റെ ഫോട്ടോ ഞാൻ പണ്ട് കാലത്ത് പാനെ കണ്ടതാണ്, നിങ്ങളെ വാപ്പ ഏതാണ് എന്ന് എടുക്കുന്നു, വെപ്പത്തിനവിടെ കൊണ്ടേക്കുന്നു. കാരണം എന്താ അറിയോ? അതൊന്നും ഒരു പുണ്യം കിട്ടണ കാര്യത്ത് കൂട്ടപ്പെട്ടതല്ല. അതുകൊണ്ട് തൂക്കാനോ പ്രദർശിപ്പിക്കാനോ ഒരു കാരണവശാലും നമുക്ക് പാടില്ല. മാത്രമല്ല, പിന്നെ ശിർക്കുള്ള വീട്, അവിടെ അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കപ്പെടുകയോ സഹായം അഭ്യർത്ഥിക്കപ്പെടുകയോ ചെയ്യുന്ന വീട് നമ്മുടെ നാട്ടിലില്ല. ശിർക്കുള്ള വീട്ടിൽ അനുഗ്രഹത്തിൻ്റെ മലക്ക് പ്രവേശിക്കൂല. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ അവിടെ എത്ര വിരുന്നുകാർ വന്നിട്ടും കാര്യമില്ല, ബർക്കത്തിൻ്റെ മലക്ക് അക്കൂട്ടത്തിൽ വരൂല. ജ്യേഷ്ഠന് നേരെയോ അനുജന് നേരെയോ കത്തി ചൂണ്ടി ആയുധം ചൂണ്ടി വർത്താനം പറയാതെക്കുക. ആരാ വർത്താനം പറയാറിയോ? ഒരു 3 ഏക്കറിൻ്റെ മേലുണ്ടായാൽ കാക്കാൻ്റെ നേരെ എന്തെങ്കിലും ഒരു ഈർക്കിളിയെങ്കിലും ചൂണ്ടാഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ല. 3 സെൻറ്റ് ഭൂമി പാർക്കണമെന്നൊരു ബേജാറില്ല. 4 ഏക്കർ തരുമ്പോഴാണ് ഈ വലിയ ഗതികേടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ തമ്മിൽ ആയുധം ചൂണ്ടാൻ കുടുംബത്ത് പാടില്ല. മാതാപിതാക്കൾ പെരിയിൽ നിന്ദിക്കപ്പെടരുത്. സ്ത്രീകൾ നിന്ദിക്കപ്പെടാൻ പാടില്ല. ഭർത്താവ് ആദരിക്കപ്പെടാതിരിക്കുക. അവിടെ പിന്നെ ഭർത്താവ് പറഞ്ഞത് കേൾക്കേണ്ട ഭാര്യ അത് കേൾക്കാതെക്കുക. അവിടെ അനുഗ്രഹത്തിൻ്റെ മലക്കുണ്ടാവില്ല. അനാഥകളുടെ സ്വത്ത് നമ്മളെ പൊരേ തിന്നാതിരിക്കുക. അനാഥകളുടെ സ്വത്ത് നമ്മളെ പൊരേ കൊടുന്ന് തിന്നണ്ട. നമ്മളെ ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠൻ്റെ മക്കളുടെ സ്വത്തുണ്ടാവുമല്ലോ, അത് ബാപ്പാനെ ഏൽപ്പിച്ചത് അക്കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കാനാണ്.
അത് പോയി വാങ്ങിയിട്ട് JCB കൊണ്ട് മാന്തി കൊണ്ടുവരാൻ ഒരു പെങ്ങന്മാരും പോകരുത്. അനാഥ കുട്ടികളുടെ സ്വത്ത് നമുക്ക് തിന്നാൻ പാടില്ല. മൂത്രഗന്ധമുള്ള വീട്ടിൽ അനുഗ്രഹത്തിൻ്റെ മലക്ക് പ്രവേശിക്കൂല. അതുകൊണ്ട് അവനവൻ്റെ വീടുകളിലെ ബാത്റൂം ഒക്കെ എപ്പോഴും ശുദ്ധാകണം. ഉമ്മ രോഗിയായി കിടക്കുകയാണെങ്കിൽ, ബാപ്പ രോഗിയായി കിടക്കുകയാണെങ്കിൽ എപ്പോഴും ശുദ്ധാക്കി കൊണ്ടിരിക്കണം. നമ്മളെ മക്കൾ നമ്മളെ നോക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു മഞ്ച് വാങ്ങിക്കൊടുക്കുക, അല്ലേ? ഒരു മഞ്ച് പിടിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് ഓനോട് ചോദിച്ചാൽ, മോനെ വയസ്സാവുമ്പോൾ ഇഞ്ഞി മനി നോക്കുമോ? എന്താ പറയുക? ഒരു മഞ്ച് കൂടി വാങ്ങി തരികയാണെങ്കിൽ നോക്കും, അല്ലെങ്കിൽ നോക്കൂല. ഒരു ഐസ്ക്രീം നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് കുട്ടിനോട് ചോദിക്കുക, മോനെ വയസ്സായി വാപ്പി ഇമ്മയും കടന്നാൽ ഇജി ഞങ്ങൾ നോക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഒരു ഐസ്ക്രീമും കൂടി 25 ഉറുപ്പ്യൻ്റെ വാങ്ങിത്തരികയാണെങ്കിൽ നോക്കും. അങ്ങനെ നിങ്ങൾ ഒരു 50 വയസ്സായി, നിങ്ങളെ മകനൊരു 25 വയസ്സായി, നിങ്ങൾ വീട്ടിൽ കടന്നു. അപ്പം നിങ്ങൾ ഓനോട് ചോദിക്കുക, ഇജി ഇഞ്ഞ നോക്കുമോ? അപ്പോൾ ഓൻ പറയും, നിങ്ങൾ ഈ മനി നോക്കണമെങ്കിൽ 5 സെൻറ്റ് എഴുതി തരുന്നു. ആദ്യം 5 പിന്നെ അത് സെൻറ്റായി മാറി. അങ്ങനെ ഒന്ന് നോക്കുള്ളൂ. എന്നാലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ വാപ്പാനി ഉമ്മാനിയും ചൊവ്വനും ചേൽക്കും നോക്കുക, ചൊവ്വനും ചേൽക്കും നോക്കുക. നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കിക്കൊള്ളും. അത് പടച്ചോ ഏറ്റവും ഉത്തരവാദിത്തമാണ്. നിങ്ങളതിൽ വിഷമിക്കണ്ട. അപ്പോൾ വാപ്പാനി ഉമ്മാനി നോക്കി 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 അവസാനം ഒരു ഉമ്മ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു മകൻ ഓർമ്മ വരികയാണ്, എൻ്റെ അമ്മ ഒരു വസിയത്തുണ്ടായിരുന്നല്ലോ മക്കളെ, എന്തായാലും ഒന്നുമില്ല, സംസം വെള്ളം കുടിച്ചാണ്ടായതിന് മരിച്ചെങ്കിൽ ഒരു ബർക്കത്താവുമായിരുന്നല്ലോ എന്ന് ഉമ്മ എവിടുന്നോ ഒന്ന് പറഞ്ഞിനോലോ. മകൻ വേഗം വണ്ടി എടുത്ത് പോയി സംസം വെള്ളമൊക്കെ കൊടുന്ന് അവിടെ വെച്ചു. ഉമ്മാൻ്റെ മരണം കാണാനില്ല. ഉമ്മ പറഞ്ഞു, മക്കളെ അക്കുപ്പി എക്കുപ്പി അക്കുപ്പി അക്കുപ്പി എന്നറിയോ? കുറേ മുമ്പ് പറഞ്ഞതാ, കുറേ മുമ്പ് പറഞ്ഞ അക്കുപ്പി എന്ന് പറഞ്ഞപ്പോൾ ചെറിയ മകൻ അബ്ദുൽ അസീസിന് മനസ്സിലായി ആ കുപ്പിയാണ്. അതെടുത്ത് വായിലേക്ക് ഇങ്ങനെ പാർന്നു. തുമ്മ തൊള്ള അങ്ങനെ അടച്ചു. മൊയ്തീൻ മാസ്റ്ററുടെ ഭാര്യ ഫാത്തിമ ചുണ്ടങ്ങോട്ട് അടച്ചു. കെലിമ മക്കളങ്ങനെ ചൊല്ലിക്കൊടുത്ത് ഉമ്മയെ നോക്കി 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 ആ ECGയുടെ ഇതിൽ 15 എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കഴിയാൻ പോകുന്നു. ആ ഉമ്മയുടെ കണ്ണ് ഉമ്മ തന്നെ അങ്ങനെ അടച്ചു. ആ മക്കൾക്ക് പറയാൻ ഉമ്മാനെ നോക്കി ബാപ്പാനെ നോക്കി എന്ന് പറഞ്ഞ ഭാര്യ ക്യാൻസർ പിടിച്ച് മരിച്ചിട്ട് 3 കൊല്ലം പറഞ്ഞു കുടുംബക്കാർ, നിങ്ങളൊരു കല്യാണം കഴിച്ചളി, നിങ്ങളൊരു കല്യാണം കഴിച്ചളി. ആ ഗൾഫ് ബസാർ നടത്തുന്ന അയാൾ പറഞ്ഞു, എൻ്റെ മനസ്സൊന്നും പോണില്ല, കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു മദ്രസ ടീച്ചറെ കല്യാണം കഴിച്ചു. ആ ടീച്ചർ ആ മനുഷ്യൻ്റെ സ്നേഹം ഉൾക്കൊണ്ട് ആ കുട്ടികളെയൊക്കെ നോക്കി ഉത്തമമായ കുടുംബവുമായി പോകുമ്പോൾ ഖുർആനും ഹദീസും പഠിച്ച ഗുണം നമ്മളൊക്കെ ആസ്വദിക്കുക, അനുഭവിക്കുക, റബ്ബിനെ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഗംബാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.